പക്ഷെ അപ്പോഴും ഈ ആളെന്താ ചെയ്യുന്നത്, എന്താണ് ആളുടെ അതൊന്നും ഞാൻ അന്വേഷിക്കാൻ പോയിട്ടില്ല. ഒന്നും പോയില്ല. നമ്മള് സിനിമ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഒരാളെ കിട്ടിയപ്പോൾ നമ്മളൊരാളെ കിട്ടി. അതെ, അതാണ്. അപ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇനി ഉടനെ വൈകാതെ ഇത് റിലീസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് ഇൻഡെഫിനിറ്റ് ആയി പോയിക്കൊണ്ടിരുന്നപ്പോ പിന്നെ നമുക്കിത് പറയാൻ പേടിയായി. അപ്പൊ പിന്നെ നമ്മൾ ആരോടും ഇത് പറയാതെയായി. ആഗ്രഹം കൊണ്ട് വന്ന് ഒരു ഡയറക്ടേഴ്സ് സിനിമ ഇത്രയും പ്രതിസന്ധി വരുമ്പോൾ നമ്മളറിയാവുന്ന നമ്മളൊന്നും കൂടെ പിന്നെ ആരാണ് കൂടെ വയ്ക്കുക? ഇപ്പൊ നമ്മളവിടെ സംസാരിക്കുമ്പോഴും എൻ്റെ ഫ്രണ്ട് എങ്ങനെയാ 6ാം തീയതി ഫാമിലി ആയിട്ടാണോ ഇതൊക്കെ ചോദിക്കുമ്പോഴും എൻ്റെ ഉള്ളില് ഇപ്പൊ ഒരു 10 ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടാവും, അതിനകത്ത് 9 ഞാൻ കോമഡി പറഞ്ഞിരിക്കാറ്. ഞാൻ ലോക ചള്ളി അടിച്ച് അതാ നമ്മുടെ കൊച്ചിനൊക്കെ അറിയാം, പറ്റാവുന്ന അത്ര ചള്ളി അടിക്കും. പക്ഷെ ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നത്. ഇപ്പോൾ ചില സമയത്ത് ഞാൻ ഒരു സ്ഥലത്തും പറയാറില്ല. ഒരു 4-5 മാസം ഞാൻ സീരിയൽ ചെയ്തിട്ടുണ്ട്. പണി പറ്റില്ല എന്ന് വിചാരിച്ച് ഞാൻ നിർത്തി പോകുന്നുണ്ട്. ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, പറയാൻ താല്പര്യമില്ല. നമ്മളെ തള്ളിക്കളയുന്ന സാഹചര്യങ്ങളെ ഞാൻ പലതും വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്, കേട്ടറിഞ്ഞിട്ടുണ്ട്, പലരെയും തള്ളിക്കളയുന്നതും. അതിലാവരുത് നമ്മളെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു. പെട്ടെന്ന് തന്നെ പറയും, പുള്ളിയെ മറ്റേ ഇറങ്ങാത്ത സിനിമയിൽ അഭിനയിച്ചിട്ടാ വേണ്ട. എനിക്ക് ചിലപ്പോൾ പല സീൻസും എനിക്കിങ്ങനെ ഒരു അവസരം വന്നില്ലെങ്കിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ഡൗട്ട് തോന്നിയിരുന്ന പല സിനാരിയോസും സിറ്റുവേഷൻസും ഉണ്ട്. യങ്സ്റ്റേഴ്സിനെ ചാലഞ്ച് ചെയ്തുകൊണ്ട് തന്നെയാണ് പുള്ളി ഓരോ സിനിമകൾ ചെയ്യുന്നത്, ലൈക്ക് പീക്ക് പെർഫോമൻസസ്. സോ താഴെ നിൽക്കുന്ന എല്ലാവർക്കും അദ്ദേഹത്തെ കാണുമ്പോൾ പ്രചോദനം. അദ്ദേഹം ചോദിക്കാൻ മടിക്കുന്നില്ല, പിന്നെ എന്തിന് ഈ ബേസിൽ നിൽക്കുന്നവർ ചോദിക്കാൻ മടിക്കണം? ഓൾവേസ് ആസ്ക്. ആ ഷൂട്ടെല്ലാം തീർന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഹന്ന രണ്ടാമത്തെ 3 ദിവസം ഷൂട്ട് നിന്ന് പോകേണ്ടതാ. പക്ഷേ അപ്പം ഞാൻ ഓർത്തപ്പോൾ അന്ന് ഇത്രയും സീൻസ് ഒക്കെ ചെയ്ത് ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നത് കണ്ടതോ. ആക്ച്വലി രഞ്ജിത്ത് സാറിന്റെ ഒന്ന് മീറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് വരെ ഒന്ന് പോവാണ് എന്ന് പറഞ്ഞിട്ടല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്ക് എൻ്റെ ഷോർട്ട് ഫിലിംസിന്റെ ലിങ്ക് ഒക്കെ അയച്ചു കൊടുക്കും. ഇതെല്ലാം പുള്ളി കാണുന്നുണ്ടായിരുന്നു എന്നുള്ളത് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തനിയൊരുവൻ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോൾ പെട്ടെന്ന് വേറെ അറിയൂ. അപ്പം ഞാനിങ്ങനെ സാർ അങ്ങോട്ട് നടക്കുമ്പോൾ ഇങ്ങോട്ട് നടക്കുമ്പോൾ ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഓരോ പ്രൊഫൈലൊക്കെ കാണിച്ചു, ലെഫ്റ്റ് പ്രൊഫൈൽ റൈറ്റ് പ്രൊഫൈൽ. കാരണം ലാലേട്ടൻ്റെ തൊട്ട് പുറകിലാണ് ഞാൻ നിൽക്കുന്നത്, ക്ലാസ്സും പിടിച്ചുകൊണ്ട്. അപ്പം അങ്ങനെ എന്നെ ഫ്രെയിമിൽ നിർത്തിയതാണ് സാറ്. അങ്ങനെ ഇന്ന് ഞാൻ സാറിന്റെ കൂടെ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചില സീൻസ് ഒക്കെ അങ്ങനെ ഉണ്ടായിരുന്നില്ലേ? നാച്ചുറലി നന്നായി പെർഫോം ചെയ്താന്നുള്ളത് ആളുകൾ ധരിച്ചിരിക്കുകയാണ്. ഞാൻ ഇടയ്ക്ക് രാത്രി 2 മണിക്ക് കലേഷ് ഉറങ്ങുവാണോ? അപ്പൊ നീ അല്ല, ഞാൻ തുണി അലക്കാം. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനിങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്. ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ. എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 4 അതിഥികൾ, 4 പേർക്കും സ്വാഗതം. നമസ്കാരം. നീ എന്ന് ഡയറക്ടറായെന്ന് ചോദിക്കണമെന്ന് ഓർത്തിരിക്കുകയാണ്. സംഭവിച്ചതൊക്കെ എല്ലാം സംഭവിക്കേണ്ടതെല്ലാം കുറേ നാളുകളുടെ ഒരു ഓട്ടമാണല്ലേ? ഓട്ടമാണ്. എൻ്റെ ഒരു വിധിയാണ് മാർച്ച് 6-ാം തീയതി. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? വലിയൊരു പ്രോസസ്സായിരുന്നു. നമ്മുടെ സിനിമ ഷൂട്ട് ചെയ്യുക എന്നുള്ളതിനപ്പുറം സിനിമ പുറത്തിറക്കുക എന്നുള്ളത് ഭയങ്കര ഒരു ടാസ്ക്കാണ്. അപ്പോൾ അത് ഒരുപാട് പ്രോസസ്സിൽ കൂടെ കടന്ന് അവസാനം 6-ാം തീയതി റിലീസ് ചെയ്യുകയാണ്. ഹാപ്പിയാണോ? ഹാപ്പിയാണ്. സിനിമ പുറത്തിറങ്ങുക നമ്മുടെ സ്വന്തം പേരിൽ സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും സ്വപ്നമാണല്ലോ, സ്വന്തം ഡയറക്ഷനിൽ അല്ലെങ്കിൽ ആ പേര് തെളിഞ്ഞു വരിക എന്നുള്ളത്. സോ അതിൽ ഹാപ്പിയാണ്. ഒത്തിരി പ്രതിസന്ധി ആയിരുന്നു അല്ലേ? അതെ. ഇവിടെ ഇരിക്കേണ്ട സമയത്ത് വേറെ എവിടെയും പോകേണ്ട സമയം വരെ പ്രതിസന്ധിയിലെത്തിയായിരുന്നു അല്ലേ? അതെ. കേസായി, കേസിന്റെ മെറ്റിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ആ രീതിക്കൊക്കെ ഒത്തിരി അനുഭവിച്ചു, ഒരുപാട് അതിൽ കൂടെ ഒക്കെ കടന്നുപോയി അല്ലേ? ആ അനുഭവം ഇപ്പൊ നമ്മൾ ചുറ്റുമുള്ള മറ്റു പല ന്യൂസുകളൊക്കെ കേൾക്കുമ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ രക്ഷപ്പെട്ടല്ലോ എന്നൊക്കെയുള്ള ഒരു നമുക്ക് തോന്നും. നമ്മൾ ചെന്ന് പെടുകയാണ് അല്ലേ? നമ്മൾ വിശ്വസിച്ചാണ് സിനിമ. നമ്മുടെ ഒരു കണ്ടന്റായിട്ട് നമ്മൾ എത്തുമ്പോൾ നമ്മൾ വിശ്വസിക്കുകയാണ്, ഈ പ്രൊഡ്യൂസർമാരെയും അല്ലെങ്കിൽ അതിൻ്റെ കൂടെയുള്ള ആളുകൾ നമ്മൾ വിശ്വസിക്കും. പക്ഷെ നമുക്ക് ചതിവ് പറ്റുമ്പോഴാണ് നമ്മൾ വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്നത്. അത്തരം ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു ഈ സിനിമയുടെ സമയത്ത്. ഇതിന്റെ പേര് തന്നെ അങ്ങനെയാണ് കേട്ടോ. ഈ സിനിമയുടെ പേര് കറക്റ്റ് ചേർന്നു അല്ലേ? സിനിമയുടെ പേര് കറക്റ്റ് ഇദ്ദേഹത്തിനുള്ള എല്ലാ പ്രശ്നമായിട്ട് ഫേസ് ആയിട്ട് ചേർന്നുണ്ട് സിനിമയുടെ പേര്. അതാണ് നേരത്തെ ഇട്ട പേരായിരുന്നു. ഇനി അതും കൂടെ നമ്മൾ തുടങ്ങുമ്പോൾ പേരിട്ടില്ലായിരുന്നു. ഒരു പാതി വഴിയിൽ വെച്ചാണ് ഈ വിഷയങ്ങൾ ഉണ്ടായോ? പാതി വഴിയിൽ ഇട്ടിടാൻ വിഷയം ഇല്ല, അത്രയ്ക്ക് പ്രശ്നങ്ങളിൽ എത്തിണ്ടായില്ല.
അതിനു മുന്നേ പേരിലെത്തി. ഫേസസ് ഇട്ടതിന് ശേഷം കുറെ കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി കുറെ കാര്യങ്ങള് ഫേസ് Correct അല്ലേ? എന്റെ ചോദ്യം തെറ്റായിരുന്നു. പകുതിക്ക് ഇട്ടപ്പം ഒന്ന് ചെറുതായിട്ട് ഫേസ് ചെയ്ത് പിന്നെ അങ്ങ് മൊത്തം ഫേസിങ് തന്നെയായിരുന്നു. ഒരുപാട് പുതിയ ഫേസസിനെ നമ്മൾ പരിചയപ്പെടേണ്ടി വന്നു ഈ ഇഷ്യൂ നമ്മൾ കാണുന്നവരല്ല. അതായത് ഇവരെയൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ നമ്മൾ മീറ്റ് ചെയ്യേണ്ടി വരുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇപ്പോൾ ഞാൻ സ്ഥിരം വീട്ടിൽ നിന്ന് ഇന്ത്യൻ കോഫി ഹൗസിലേക്ക് കാക്കനാട് കോഫി ഹൗസിൽ പോകുമ്പോൾ അവിടെ സൈഡിലാണ് ഈ JFCM 7 ആണെന്ന് തോന്നുന്നു അവിടെ ഉണ്ടെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടില്ല. ഈ സിനിമയുടെ പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോഴാണ് ഇത് ഇവിടെ ഉണ്ടല്ലേ മനസ്സിലാവുന്നത്. അങ്ങനെ പല കാര്യങ്ങളും എല്ലാം കടന്നു വന്ന് വലിയൊരു സ്വപ്നം 6-ാം തീയതി ഫലം കാണുകയാണ്. പക്ഷെ എന്തായാലും എനിക്കറിയാം, പേഴ്സണലി നമുക്ക് അറിയാവുന്ന ഒരു നമ്മള് വ്യക്തി, ഒരുപാട് വർഷമായിട്ടുള്ള ഒത്തിരി വർഷമായിട്ടുള്ള ബന്ധം, നിങ്ങളിലൊക്കെ കൂടുതൽ ബന്ധം എനിക്കുണ്ട്. അത്രയും ബന്ധമുണ്ട്. നമ്മൾ ഇന്നലെ വിളിച്ചു പറയുമ്പോൾ തന്നെ എനിക്ക് ഇവനാണ് എന്ന് അറിയുമ്പോൾ എനിക്ക് ഇവൻ എടാന്ന് വിളിക്കാറുള്ളൂ, എന്നെ ഇക്കാന്ന് മാത്രമേ വിളിക്കാറുള്ളൂ. അങ്ങനെ വിളിക്കാവുന്ന സ്വാതന്ത്ര്യമുള്ളതിൻ്റെ ഒരു സിനിമ ആകുമ്പോൾ നമ്മൾ എത്ര അറ്റവും കൂടെ നിൽക്കണം. ഈ സിനിമ എവിടെയൊക്കെ വിജയിപ്പിക്കാൻ പറ്റും അതിന് കൂടെ നിൽക്കാൻ പരിശ്രമിക്കാൻ അതിന് അർഹതപ്പെട്ടവനാണ് ഞാൻ. അങ്ങനെ ചെയ്തതിൽ എനിക്ക് എന്നിൽ തന്നെ കുറ്റബോധം ഉണ്ടാവും. എന്നെ അങ്ങനെ കണ്ടേക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഇത്രയും പറയാനുള്ള കാരണം. അതിൻ്റെ പുള്ളിയെ നമുക്കറിയാം, പുള്ളി അത്രയും കഷ്ടപ്പെട്ട് തന്നെയാണ് വന്നത്. തീർച്ചയായിട്ടും നീ ധൈര്യമായിട്ട് മുന്നോട്ട് വന്നേ. ഏത് കേസുണ്ടെങ്കിൽ നമുക്ക് ഫേസ് ചെയ്യാം. ഉറപ്പായിട്ടും പേരിൽ തന്നെ പറഞ്ഞു. എന്തായാലും ഹാപ്പിയാണ്. അതെ. എന്താണ് ഈ സബ്ജക്റ്റ് പറഞ്ഞു വെക്കുന്നത്? ഇതൊരു സൈക്കോളജിക്കൽ ഒരു ത്രില്ലർ നേച്ചറുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഐഡിയ ഒരു യുണീക്ക് ഐഡിയ ആണെന്ന് നമ്മൾ വിശ്വസിച്ച് എക്സിക്യൂട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അതായത് ഒരു PTSDക്ക് ശേഷം PTSD എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. അതാണ് നമ്മുടെ നായികയ്ക്ക് ഒരു അപകടം മൂലം ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ കാണുന്ന ഫേസസ് എല്ലാം ഒരേ ആളുടെ ഫേസ് ആയാൽ എന്തായിരിക്കും അവസ്ഥ? അതാണ് ഈ നായിക നേരിടുന്ന പ്രശ്നം, നായിക നേരിടുന്ന ചലഞ്ച്. നായിക കാണുന്ന എല്ലാ ആണുങ്ങൾക്കും ഒരേ ഫേസാണ്. മൈക്കിൾ എന്ന് പറയുന്ന നമ്മുടെ മെയിൽ പ്രൊട്ടഗണിസ്റ്റിൻ്റെ ഫേസാണ്. പിന്നെ തുടർന്ന് അങ്ങോട്ട് ഇപ്പോൾ മൈക്കിൾ എവിടെയാണ്, ആരാണ്, എന്താണ് എന്നുള്ള അന്വേഷണങ്ങളും പുള്ളിക്കാരിയുടെ ഒരു ജേണിയാണ് ഇതിനെ ഫേസ് ചെയ്യുന്നതും. അപ്പോൾ കാണുന്ന എല്ലാ മുഖവും മൈക്കിളിൻ്റെ ആകുമ്പോൾ പെട്ടെന്നൊരു ദിവസം മൈക്കിൾ മുന്നിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ തിരിച്ചറിയും, അല്ലെങ്കിൽ എന്തായിരിക്കും എന്നൊക്കെയുള്ള ഒരു ക്യൂരിയോസിറ്റി എല്ലാം ബിൽഡ് ചെയ്തുകൊണ്ട് അങ്ങനെയാണ് കൊണ്ടുവന്നത്. മൈക്കിളിനെ കണ്ടെത്തണം നമ്മൾ. അതെ, ഓഡിയൻസും നിത്യ എന്ന് പറയുന്ന ക്യാരക്ടറിലൂടെ ഓഡിയൻസും ആക്ച്വലി മൈക്കിളെ തേടി പോകുന്നുണ്ട്. അങ്ങനെ തേടണം. ട്രെയിലർ കണ്ടപ്പോൾ ഈ മൈക്കിൾ എന്നുള്ള കഥാപാത്രത്തിനാണല്ലോ നായിക പറയുന്നത്, നിത്യ എന്ന കഥാപാത്രം പറയുന്നത്. ഇപ്പോൾ പറഞ്ഞ പോലെ ഓഡിയൻസും തേടി പോകണം. ഈ സിനിമ തേടി നമ്മൾ കാണാൻ വേണ്ടിയാണ് 6-ാം തീയതി കാത്തിരിക്കുന്നത്. ഈ ഒരു കഥാപാത്രം എത്രമാത്രം ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇതിലേക്ക് വരാൻ? എനിക്ക് 100% 100 അതിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടാണ് ഞാൻ ചെയ്തത്. ഹൈദരാബാദിലേക്ക് അറിയാം, നമ്മൾ ഓൾമോസ്റ്റ് ഒരു 5-6 മൂവീസിൽ നമ്മൾ ഒരുമിച്ച് ഇന്റർവ്യൂസിൽ വന്നിട്ടുണ്ട്. സോ അന്നേരമൊക്കെ ചോദിച്ചിട്ടുണ്ട് എനിക്ക് ഓരോ മൂവിയുടെ ഇന്റർവ്യൂവിൽ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഈ മൂവി എടുത്തു എന്ന്. അപ്പം ഞാൻ ഓരോ എലമെന്റ് പറയും. ചിലപ്പോൾ എനിക്ക് നല്ല എക്സൈറ്റിംഗ് ത്രില്ലിംഗ് എലമെന്റ് ആയിട്ട് തോന്നി, കുറച്ചും കൂടി ഇമോഷണൽ ആയിട്ട് തോന്നി. പക്ഷെ ഈ മൂവിയിൽ എനിക്ക് പറയണമെങ്കിൽ എനിക്ക് എല്ലാ ജോണറും കൂടെ പറയേണ്ടി വരും. ബിക്കോസ് ഫോർ മീ ആസ് ആൻ ആർട്ടിസ്റ്റ് നമുക്ക് പല ഇമോഷൻസും ഒരു ക്യാരക്ടറിൽ പെർഫോം ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു സ്പേസ് ആണ്. അതെനിക്ക് നിത്യ എന്ന് പറഞ്ഞ കഥാപാത്രം തന്നിട്ടുണ്ട്. സോ താങ്ക്സ് ടു ഡയറക്ടർ ആൻഡ് ദ ടീം. ബിക്കോസ് എനിക്ക് ചിലപ്പോൾ പല സീൻസും എനിക്കിങ്ങനെ ഒരു അവസരം വന്നില്ലെങ്കിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ഡൗട്ട് തോന്നിയിരുന്ന പല സിനാരിയോസും സിറ്റുവേഷൻസും ഉണ്ട്. പക്ഷെ അതെനിക്ക് എനിക്ക് ട്രൈ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തന്നെ ഒരു ഉറപ്പ് തന്ന ഒരു കഥാപാത്രമാണ്. സോ ബിഗ് താങ്ക്സ് ടു മൈ കോ സ്റ്റാർ കലേഷ് ഓൾസോ, അർജുൻ ഓൾസോ. കലേഷ് ഫുൾ സീൻസ് കലേഷിന്റെ കൂടെയാണ്, ഓൾമോസ്റ്റ് ഒരു 60-70%. പിന്നെ അർജുൻ്റെ കൂടെയാണ്. സോ ഐ തിങ്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ഡയറക്ടർ, കോ സ്റ്റാർ എല്ലാവരും. അപ്പം ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ആൻഡ് ഹാപ്പി. ഇപ്പം എന്താ പറയാ, ഈ ഒരു ജേണിയുടെ ഭാഗമാകാൻ പറ്റിയതിൽ സോ മച്ച് ഹാപ്പി. പക്ഷെ നമ്മളിപ്പോ കണ്ടിട്ട് പറയാ അല്ലേ, കുറച്ചായി. ജഗദമ്മയുടെ ടൈമിൽ നമ്മൾ കണ്ടില്ല, അതിന് മുമ്പ് സീക്രട്ടിന്റെ സമയത്താണ്. വീണ്ടും ഒരു സിനിമയായിട്ട് പ്രേക്ഷക മുമ്പിലേക്ക് വരുവാണ് അല്ലേ. പറഞ്ഞാൽ പ്രതിസന്ധി ഘട്ടത്തിലൂടെ വരുമ്പോൾ സിനിമയ്ക്ക് നമുക്ക് ഒത്തിരി ആകാംക്ഷയാണ്. ഈ സിനിമ അങ്ങ് ഇറക്കുമ്പോഴാണ് നമുക്കൊരു ധൈര്യം. പ്രതിസന്ധി കഴിഞ്ഞിട്ടും ഒരു സിനിമ ഇറക്കുമ്പോൾ വലിയൊരു ധൈര്യമാണ്, ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളത്. എത്രമാത്രം ഈ സിനിമയിൽ ഉള്ളുകൊണ്ട് ഇഷ്ടപ്പെടുന്നു ഈ സിനിമ? അതെ, നമ്മളിപ്പോൾ ഒരു 10ഓളം സിനിമകൾ സഹനടനായിട്ടും വില്ലനായിട്ടും കുറച്ച് നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റി.
അതിനുശേഷം ഇങ്ങനെ നീലേഷ് ചേട്ടൻ വന്നിട്ട് എടാ ഇങ്ങനൊരു പരിപാടിയുണ്ട് നമുക്ക് ചെയ്താലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ലീഡ് റോള് ചെയ്യുന്നു ആദ്യമായിട്ട്. നമ്മളൊരു എക്സൈറ്റ്മെന്റിലാണ് നമ്മൾ അതിലേക്ക് ഇറങ്ങുന്നത്. കാരണം ഈ കഥയോടുള്ള, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ എന്താ പറയുക, നിത്യ കാണുന്ന എല്ലാ പുരുഷന്മാർക്കും മൈക്കിളിന്റെ മുഖം, അപ്പോൾ അതിലൊരു സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ഓ, ഇത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമല്ലോ, പുതിയൊരു സംഭവമാണല്ലോ, നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ലാത്തൊരു കഥ, ചെയ്തിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ്. ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് നമ്മൾ എടുത്തു ചാടുന്നത്. കുറച്ചൊരു എന്താ പറയുക, അത് തന്നെ ഒരു വെല്ലുവിളിയാണ് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം. എല്ലാ ക്യാരക്ടറായും നമ്മൾ അവിടെ നിൽക്കേണ്ടി വരും. അപ്പം അതെങ്ങനെയൊക്കെ ചെയ്യും, നമുക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ള രീതിയിൽ നീലേഷ് ചേട്ടനോട് ചോദിക്കും. നീലേഷ് ചേട്ടാ നമുക്കൊന്ന് ചെയ്ത് നോക്കാം എന്നുള്ള ഒരു വിശ്വാസത്തിലാണ്, പരസ്പര വിശ്വാസത്തിലാണ് നമ്മൾ ഇതിലേക്ക് എടുത്ത് ചാടുന്നത്. പിന്നീട് അത് ഷൂട്ടൊക്കെ ഭംഗിയായി തീരുന്നു, നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്, ഡബിങ്ങും തീർക്കുന്നു. അതിനുശേഷം ഇത് വരുമോ വരത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് പല 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 പ്രശ്നങ്ങളിലേക്ക് ഇത് കടന്നിങ്ങനെ പോകുമ്പോൾ അപ്പോഴാണ് നമ്മൾ വിചാരിക്കുന്നത്, അയ്യോ നമ്മൾ ആദ്യമായിട്ട് ലീഡ് റോൾ ചെയ്തൊരു പടം നിന്നു പോരുതല്ലോ, അത് ഇറങ്ങാതെ പോരുതല്ലോ. എന്നാൽ ഇതിൽ ഭയങ്കര വിശ്വാസവും ഉണ്ട്, നന്നായി വന്നിട്ടുണ്ട്. ഞാൻ നീലേഷ് ചേട്ടനെ ഞാനും ഡബിങ്ങിന് കാണുമ്പോൾ തന്നെ ആക്ച്വലി ഇത് തിരക്കില്ലാതെ വന്നിട്ടുണ്ടല്ലേ എന്നുള്ള രീതിയിൽ. പിന്നെ ഗോപി സുന്ദറിന്റെ അടുത്ത് മ്യൂസിക്കിന് ചെല്ലുന്നു. ഗോപി ചേട്ടനാണെങ്കിൽ പുള്ളിക്കും ഭയങ്കരമായിട്ട് ഈ വിഷ്വൽ കണ്ടിട്ടുള്ള ഒരു, പുള്ളിക്ക് ഇഷ്ടപ്പെട്ടിട്ട് പുള്ളിയുടെ ഒരു, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറച്ച് കാലങ്ങളിൽ പുള്ളിയുടെ ബെസ്റ്റ് വർക്ക് ഇതായിരിക്കും. അത് നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ നമുക്ക് പുള്ളിയുടെ ആ ഒരു അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ കൂടി ശരിക്കും ഇതിനെ എലിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും നല്ലൊരു സിനിമ നമുക്കിത് പുറത്തു കൊണ്ടുവരാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടവും പിന്നെ ഒരു പ്രയത്നവും ഒക്കെയാണ്. നീലേശ്വരനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിച്ച് ചോദിക്കും, നീലേശ്വരൻ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളെ കുറിച്ച് പറയും. പിന്നെ എന്നാൽ കഴിയാവുന്ന രീതിയിൽ ഞാനും നീലേശ്വരനെ സമാനിപ്പിക്കും. പിന്നെ എന്താ പറയുക, കൂടെ നിൽക്കുക എന്നുള്ളതാണല്ലോ. അർജുനെ സംബന്ധിച്ചോളം പല റൂട്ടിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഈ സിനിമയിൽ ഈ പറഞ്ഞ പ്രതിസന്ധിയാണല്ലോ നമ്മളെയൊക്കെ ഒന്ന് തളർത്തി കളയുന്നത് അല്ലേ. നല്ല കഥാപാത്രം ചെയ്തു വെച്ചിരുന്നു, പക്ഷെ വൈകും തോറും നമ്മളും ഒന്ന് മടിച്ചു പോകും, ഇനി എന്തിന് എന്നുള്ളൊരു ചിന്ത. അങ്ങനെ ചിന്തിക്കേണ്ട നിലയിലേക്ക് വന്നിട്ടുണ്ടോ? ഇല്ല, ആസ് എൻ ആർട്ടിസ്റ്റ് എപ്പോഴും വിചാരിക്കുന്നത്, നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു 100 പേരിലൊരു 80 പേരും കാണുമ്പോൾ അർജുൻ എന്ന് വിളിക്കുന്ന സമയം വരെ നമ്മളുടെ സ്ട്രഗിൾ ടൈമാണ്, പേരെടുത്ത് വിളിക്കുന്നത്. അപ്പോൾ പലരും ഇവിടെ ചേട്ടനെ എവിടെ കാണുന്നത്, ചേട്ടൻ മറ്റേ ടി വിയിലാണ്, അത് കോമഡി പറഞ്ഞാണ്, അതോ പാട്ട് പാടുന്നതാണ് എന്നൊക്കെ ചോദിക്കുന്ന പല സ്ഥലങ്ങളിൽ എന്നെ കണ്ടേക്കണേ. ആ സ്ഥലം വരെ നമ്മുടെ എപ്പോഴും സ്ട്രഗിൾ തന്നെയായിരിക്കും. അതിലൊരു സ്ട്രഗിളായിട്ട് ഇതും എടുത്തിട്ടുള്ളൂ. നിന്ന് പോരുതല്ലോ. കാരണം ഇപ്പം 4 പേരെ അറിയുമ്പോൾ ചിരിച്ചു തുടങ്ങി, ഇനി പേരെടുത്ത് പറയണം. ആ പേരെടുത്ത് പറയുമ്പോഴാണ് നമ്മളൊരു നടൻ എന്നുള്ള നിലയിൽ എല്ലാ രീതിയിലും കുറച്ചെങ്കിലും ഒരു കാലെടുത്ത് അടുത്ത സ്റ്റേജിലേക്ക് വയ്ക്കുള്ളൂ. അതുവരെ സ്ട്രഗിളുകളിൽ ഒന്നാണിത്. കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്, കാരണം ഒബ്വിയസ്ലി ചെയ്തു വെച്ച ഒരു സിനിമയും നിന്ന് പോരുത്. അറിയാലോ, ഇപ്പോൾ ഹൈദരാബാദിൽ അറിയാം, പെട്ടെന്ന് തന്നെ പറയും, പുള്ളിയെ മറ്റേ ഇറങ്ങാത്ത സിനിമയിൽ അഭിനയിച്ചിട്ടാ വേണ്ട എന്ന് പറഞ്ഞ് പല എഡിമാരും നമ്മളെ തള്ളിക്കളയുന്ന സാഹചര്യങ്ങളെ പലതും വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്, കേട്ടറിഞ്ഞിട്ടുണ്ട്, പലരെയും തള്ളിക്കളയുന്നതും. അതിലാവരുത് നമ്മളെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു. കാരണം 5-8 വർഷമായിട്ട് ഈ ഒരു പരിപാടിയുടെ പുറകെ വേറൊന്നുമില്ല എന്നും പറഞ്ഞ് നടക്കുമ്പോൾ നമ്മളങ്ങനെ കേൾക്കാൻ താല്പര്യപ്പെടില്ല. അതിൽ നിന്നൊരു മോചനം കിട്ടുമ്പോൾ തന്നെ സന്തോഷമാണ്. ആക്ച്വലി ഇത് ഇറങ്ങാൻ പോകുന്നു, ചേട്ടൻ പറഞ്ഞ പോലെ ഇറങ്ങിയത് തന്നെ ഒരു ചെറിയ വിജയമാണ്. ഇനിയൊന്ന് ഓടിക്കഴിഞ്ഞാൽ പൊളിച്ചു. ഒരാഴ്ച ഓടിയാൽ മതി, ഒറ്റാഴ്ച. പക്ഷെ അതിന്റെ ഒരു ചെറിയൊരു ഹിന്റ് എന്ന രീതിയിൽ അതിനൊരു സിഗ്നൽ തരുന്നത് പോലെ, ഒരു ഗ്രീൻ സിഗ്നൽ കിട്ടുന്നത് പോലെ, ഇപ്പൊ ഞങ്ങൾ ട്രെയിലർ റിലീസിന് ശേഷം ഇൻഡസ്ട്രിയിൽ തന്നെ ഉള്ള കുറെ പേര് ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് അയക്കുന്നു. ഇപ്പൊ നീലേഷ് ചേട്ടനോട് തന്നെ ചോദിക്കുന്നു, എടാ നീലേഷ് നീ ഡയറക്റ്റ് ചെയ്ത സിനിമയാണോ എന്നൊക്കെ പറഞ്ഞിട്ട്, ഇത് കൊള്ളാലോ പരിപാടി, എപ്പോഴാണ് റിലീസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. പിന്നെ ആ പോസ്റ്ററില് ഞങ്ങളുടെ ഒരു ബോഡി പെയിന്റിംഗ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു പോസ്റ്റർ, അതും കുറെ പേർക്ക് ഇഷ്ടപ്പെടുന്നു. അപ്പൊ നമ്മള് കഷ്ടപ്പെട്ടതിനൊക്കെ ഒരു ഫലം ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അത് സിനിമ ഇതൊരു വിഷയങ്ങളോ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ നീലേഷിനെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമാ മേഖലയിൽ എല്ലാവരുമായിട്ട് ബന്ധമുണ്ട്. പക്ഷേ അമ്മയുടെ തുടക്കം മുതൽ അവിടെ ഷൂട്ട് ചെയ്യുന്നതാണ് എനിക്കറിയാവുന്നതാണ്. ഞാൻ പേഴ്സണലി ഇതൊക്കെ എത്രയോ പേര് ഷെയർ ചെയ്യേണ്ടായിരുന്നു എന്നറിയാം. അതിൻ്റെയൊക്കെ ഒരു ദുഃഖം നിലേഷുണ്ട്. നിലേഷിന് ഓപ്പണായിട്ട് പറയാൻ പറ്റുന്നില്ല അവരോട്, ഇതെന്ന് റിലീസ് എന്ന് പറയാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്യുന്നവരുള്ള അമ്മയിലെ ഭൂരിഭാഗം അംഗങ്ങളും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ കണ്ട കാലഘട്ടം തൊട്ട് കാണുന്ന ഒരാളായുണ്ടാവും. അപ്പോൾ ആ ഒരു ബന്ധം ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷെ അത് പറയാൻ പറ്റാത്തൊരവസ്ഥ വന്നിട്ടുണ്ടാവും ഈ സിനിമയുടെ റിലീസ് വൈകി. ഈവൻ നമ്മൾ ഈ ഷൂട്ട് ഫുൾ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ സിനിമ ചെയ്യുന്നുണ്ടെന്ന് പോലും നമ്മളൊരു ന്യൂസ് പുറത്തു വിട്ടത്. അപ്പം കലേഷ് ഷൂട്ട് ചെയ്യുമ്പോൾ പറയും, ഒരു സ്റ്റോറി ഇടുമ്പോൾ പോലും ഒരാൾ പോലും അതുപോലെ ഷെയർ ചെയ്തിരുന്നില്ല. തീരട്ടെ ഷൂട്ട് തീർന്നിട്ടും പിന്നെ നമ്മൾ ഓക്കെ ഇത് ട്രാക്കിലാണെന്ന് തോന്നിയ സമയത്താണ് നമ്മൾ ഇതിന്റെ ഫസ്റ്റ് ലുക്ക് വിട്ടത്.
അപ്പോൾ ഫസ്റ്റ് look ലുക്ക് ലാലേട്ടനാണ്. ഫസ്റ്റ് ലുക്ക് അത് ഈ പറഞ്ഞ പോലെ ലാലേട്ടനായിട്ടുള്ള ബന്ധം വെച്ച് അതാണ് ഞാൻ പറഞ്ഞത്. ലാലേട്ടൻ അത് റിലീസ് ചെയ്ത് തന്നു. അപ്പോഴും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇനി ഉടനെ വൈകാതെ ഇത് റിലീസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് ഇൻഡെഫിനിറ്റ് ആയി പോയിക്കൊണ്ടിരുന്നപ്പോൾ പിന്നെ നമുക്കിത് പറയാൻ പേടിയായി. അപ്പോൾ പിന്നെ നമ്മൾ ആരോടും ഇത് പറയാതെയായി. ഇനി ഇത് അൾട്ടിമേറ്റ്ലി അത് എങ്ങനെയാണ് അതിലേക്ക് വന്ന് ചേർന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ തട്ടേന്നായി. അപ്പം നമ്മളവിടെ സംസാരിക്കുമ്പോഴും എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ എങ്ങനെയാ 6-ാം തീയതി ഫാമിലി ആയിട്ടാണോ ഇതൊക്കെ ചോദിക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ 5-ാം തീയതി രാത്രി പറയാം അവിടെ എത്തട്ടെ എന്നാണ് എൻ്റെ മനസ്സിൽ. അതായത് ലോഡ് ചെയ്തതിനു ശേഷം പറയാം. അതെ, ഫസ്റ്റ് ഷോ കളിക്കട്ടെ. സ്റ്റുഡിയോന്ന് റിലീസ് ചെയ്തതിനു ശേഷം പത്തനംതിട്ടയിൽ നിന്ന് റിലീസ് ചെയ്യണമല്ലോ. ചെന്നൈയിൽ നിന്ന് റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആ ഒരു ടെൻഷൻ ഉണ്ടാവും. അല്ല, ആ ഒരു പേടിയോടെ തന്നെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തതും. ഈവൻ ഞാൻ കലേഷിന്റെ അടുത്ത് പറയും, നമ്മൾ ഷൂട്ട് ചെയ്തപ്പോൾ എന്ത് സാഹചര്യമായിരുന്നോ അതേപോലെ തന്നെയാണ് ഇപ്പോൾ റിലീസ് ചെയ്യുമ്പോഴും. അല്ല, ഇതൊക്കെ കേൾക്കുമ്പോൾ എന്നെ പേടിക്കുന്നുണ്ടോ? പേടിക്കുന്നില്ല. എനിക്ക് എന്തായിരുന്നു, അല്ല, ഇതിന്റെ ഇത്രയും ഇന്റൻസിറ്റി ലെവലൊന്നും അവർക്ക് അത്രയും അറിയില്ല. അല്ല, ഇപ്പൊ നമ്മൾ സംസാരിക്കും, ഇവരൊക്കെ ശ്രദ്ധിക്കണം. അന്നൊക്കെ ഭയങ്കര ശ്രദ്ധിക്കുന്നത് എന്താന്നുള്ളത് അല്ലേ? ഞാനറിയില്ല, ഞാൻ ഇപ്പഴാണ് കേൾക്കണേ. ഞാൻ ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഇതിന് മാത്രം എന്താ പ്രശ്നം? ഇത്ര വലിയ പ്രശ്നം ഞാൻ നിങ്ങൾ സംസാരിക്കാൻ ഞാൻ ചോദിക്കട്ടെ. നിങ്ങൾ സംസാരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചു. ഞാനപ്പോ അതിന്റെ ഒരു വൺ ലൈൻ പറഞ്ഞു കൊടുത്തതാ. അതിന്റെ ഒരു സിനോപ്സിസ് കിട്ടും. അല്ല, ഞാനും നീലച്ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട്. നീലച്ചേട്ടൻ നമ്മുടെ സിനിമ ഉണ്ടായതിന്റെയും ഇറക്കാൻ കഷ്ടപ്പെട്ടതിന്റെ ഒക്കെ കഥ തന്നെ ഒരു സിനിമ എടുക്കാൻ മാത്രം ഉണ്ട്. നിങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ നിരന്തരം. അല്ല, ഞങ്ങള് ഇപ്പൊ തമാശക്ക് പറയും, ഈ മറ്റേ സഞ്ചാരത്തിലൊക്കെ പോയിട്ട് പറയില്ലേ, സഞ്ചാരല്ല സഫാരി ചാനലിൽ പോയിട്ട് ചരിത്രം എന്നിലൂടെ പറയും. ആദ്യ സിനിമ ചെയ്തിട്ട് തന്നെ അത് പറയേണ്ട അവസ്ഥ അതുപോലെ ഉള്ളൊരു ഇതായിരുന്നു. അല്ല, ഞങ്ങൾ എന്നിട്ട് ചർച്ച ചെയ്തു, ഒരു കഥയ്ക്കുള്ള, ഒരു സിനിമയ്ക്കുള്ള കഥ ഇതിനകത്തുണ്ട്, വേണം ഇങ്ങനെയൊക്കെ തുടങ്ങി ഇങ്ങനെയൊക്കെ പോകാൻ. അല്ല, ആക്ച്വലി ഞാൻ സീരിയസ്ലി അത് മനസ്സിലുണ്ട്. ഇത് ആക്ച്വലി നമുക്കൊരു എപ്പിസോഡ്, ഒരു സീരീസോ അത് ചെയ്യാനുള്ള, ഇപ്പോൾ സ്കാം 92 പോലെയോ ഒക്കെ നമുക്ക് ഒരു സോളിഡ് സീരീസിനുള്ള കണ്ടന്റും ഉണ്ട്. ഈ ആദ്യത്തെ സിനിമ ചെയ്ത കഥ കേട്ടില്ലേ? ഇപ്പോഴല്ല ഇതിന്റെ സീരിയസ് മനസ്സിലായത്. കുറച്ചൊക്കെ എനിക്ക് ഇടയ്ക്ക് ഹിന്റ് അടിക്കും വാട്സപ്പിലൂടെ, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് തംസപ്പ് അടിക്കാൻ എല്ലാം റെഡിയാവുന്നു പറയാനുള്ള. അല്ല, ഹന്നയ്ക്ക് ഞാൻ അധികം കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം എന്നുള്ളത്. കഴിവുണ്ട് എന്ന് പറഞ്ഞാല് സെറ്റിലാണെങ്കിലും ഇപ്പൊ കലേഷിന് ഇടയ്ക്ക് പറയാറുണ്ട്, ലൈക്ക് ഹീ സോ ഗുഡ് ഇൻ ഹാൻഡ്ലിംഗ് തിങ്സ്. മറ്റുള്ളവരെ പുള്ളിന് എന്താണെന്ന് ഒരിക്കലും അറിയിക്കില്ല. എനിക്കറിയത്തില്ലായിരുന്നു സെറ്റില് ഡേ 1 തൊട്ട്, അതായത് ഷൂട്ട് തുടങ്ങി പൂജയുടെ ദിവസം തൊട്ട് April 4th അല്ലേ, അന്നേരം മുതല് ഷൂട്ട് എൻഡ് ചെയ്യുന്നിടം വരെ ഭയങ്കര പ്രതിസന്ധി. അതായത് ഇന്ന് ചിലപ്പോൾ ഷൂട്ട് നിൽക്കാം, നാളെ നിൽക്കാം എന്നൊക്കെയുള്ള പ്രതിസന്ധി ആണെന്ന് ഞാൻ ഷൂട്ട് കഴിയുമ്പോഴറിയുന്നത്. ഞാൻ എന്തോ കാഷ്വൽ രീതിയിൽ സംസാരിച്ച മനുഷ്യ പറഞ്ഞു, ആ ഡേ നമ്മുടെ 2ാമത്തെ ഷൂട്ടിന്റെ സമയത്ത് ഇപ്പൊ ഞാനൊക്കെ ജോളിയായിട്ട് അവിടെ കിടക്കാം, ഇദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി നമുക്കൊന്നും പറയാൻ പറ്റില്ല, ഇത്രയും പ്രശ്നമാണെന്ന്. ആ ഷൂട്ടെല്ലാം തീർന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അല്ല 2ാമത്തെ 3 ദിവസം ഷൂട്ട് നിന്ന് പോകേണ്ടതാ. പക്ഷേ അപ്പൊ ഞാൻ ഓർത്തപ്പോ അന്ന് ഇത്രയും സീൻസ് ഒക്കെ ചെയ്ത് ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നത് കണ്ടതോ, ലൈക്ക് അങ്ങനെയല്ലേ ഇരുന്നല്ലേ പറ്റൂ. എന്നോട് ഇന്നലെ PR വിളിച്ച് പറഞ്ഞ് എടുക്കണമെന്ന് പറഞ്ഞു. ഞാനപ്പം പേര് പറഞ്ഞപ്പോൾ എനിക്ക് ആളെ ഇവൻ ചെയ്ത് വെച്ചു വരാം, പക്ഷെ ഇവൻ എന്നെ വിളിച്ചിട്ടുമില്ല. അതാണ് ഏറ്റവും രസകരമായ കാര്യം. അതും കൂടെ ഞാൻ പറഞ്ഞു പോകണല്ലോ, പ്രേക്ഷകർ എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല. ഞാൻ ഇന്നിവിടെ കയറി വന്നപ്പോൾ പേടിച്ചിട്ടാ ഇരിക്കുവാണ്. കയറി വന്ന് എൻ്റെ മുമ്പിൽ എൻ്റെ ക്യാബിനെ എടുത്തിട്ട് ഞങ്ങൾ ഞാൻ പറഞ്ഞു, നീ എന്താ വന്ന് ഞാൻ ചെയ്ത സിനിമ ഞാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ തന്നെ ചോദിച്ചോളൂ. ഇന്ന് കുറച്ച് നേരത്തെ വന്ന് എൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഇവർ രണ്ടുപേരും വന്നിരുന്നിട്ട് ഇതാണ് സംസാരം. അപ്പോൾ ഇവൻ എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല. അത് എൻ്റെ സിനിമ ഇറങ്ങാൻ പോകാണ് കേട്ടോ, കൂടെ വേണം കേട്ടോ ഇക്കാന്ന് പറഞ്ഞ് ഇന്ന് വരെ വിളിക്കാത്ത ഒരാളും കൂടിയാണ് കേട്ടോ. ഞാൻ അതാണ് ആ രീതിക്ക് പോലും ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നിൻ്റെ കൂടെ നിൽക്കണം എന്ന് ഞാൻ തീരുമാനിച്ച് ഈ സിനിമ ഇന്ന് ആയി. ഇത്രയും വൈകിയല്ലോ എന്ന് ഓർക്കുമ്പോൾ സങ്കടമുണ്ട്. ഇതിനു മുമ്പേ നമ്മളെടുത്ത് ദിവസങ്ങളില്ല, നമുക്കിതൊന്ന് ഒന്ന് പ്രഷറിൽ എത്തിക്കണ്ടേ. അതിനുള്ള ദിവസം ഇല്ലാതെ വരുമ്പോഴൊരു പ്രശ്നം നമ്മുടെ മുമ്പിലുള്ള. 6ാം തീയതി ഇറങ്ങാനുള്ള കുറേ സിനിമയുടെ ഇൻ്റർവ്യൂസ് എടുത്തെടുത്ത് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുവാണല്ലോ. ഇതെല്ലാം 6ാം തീയതിക്ക് ഇറക്കുമെന്നുള്ളൂ. എനിക്ക് ഇവരോടും കൂടുതലും നിന്നോടാ പറയാനുള്ളത്. ഇവന് ഒറ്റയ്ക്ക് ഇരുത്തി ഒരു ഇൻ്റർവ്യൂ എടുക്കാറുണ്ട്. എനിക്ക് കുറേ കാര്യങ്ങൾ സിനിമ ഇറങ്ങിയിട്ട് ഇവന് പറയാനുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഓരോ സിനിമകളും ഉണ്ടാവുന്നതാണല്ലേ, ഓരോ സിനിമകളും ഉണ്ടാവും. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ യാത്ര എന്നെ ഇങ്ങനെയാണ് കാണുന്നത്, ഇങ്ങനെയാണ് കാണുന്നത്. എവിടെയെങ്കിലും വെച്ച് നമുക്ക് മടുപ്പ് തോന്നിയിട്ടുണ്ടോ? ഒരു മടുപ്പ് നേരത്തെ പറഞ്ഞു, ഇല്ല എനിക്ക് ഇങ്ങനെ ആകണം, പക്ഷെ ഒരു മടുപ്പുണ്ടാവുമല്ലോ ജീവിതത്തിൽ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? മടുപ്പ് ശരിക്കും ഈ പണിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ മടുപ്പ് തോന്നിക്കഴിഞ്ഞാൽ പറയൂല്ലോ, ഇപ്പോൾ ഇപ്പോഴത്തെ ഈ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഒന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇന്നർ മൈൻഡ് മടുപ്പാണെന്ന് തോന്നിപ്പിച്ചു തുടങ്ങും. മടുക്കാതെ പോകാനുള്ള പല പണികൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചില സമയത്ത് ഞാൻ ഒരു സ്ഥലത്തും പറയാറില്ല, ഒരു 4-5 മാസം ഞാൻ സീരിയൽ ചെയ്തിട്ടുണ്ട്.
ആ പണി പറ്റില്ല എന്ന് വിചാരിച്ച് ഞാൻ നിർത്തി പോകുന്നുണ്ട്. ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, പറയാൻ താല്പര്യമില്ല. ഒരു സീരിയൽ നടന്ന് നാളെ വിളിക്കും, എന്നിട്ട് അതിൻ്റെ പേരിൽ സിനിമ വരാതിരിക്കും. ഇങ്ങനത്തെ കുറേ പരിപാടികളുള്ളവരെ പേടിച്ചിട്ട്. പക്ഷെ മടുക്കുന്നത് കൊണ്ടല്ല, വണ്ടി ഓടാതെ മറ്റേ അടിച്ചടിച്ച് നിൽക്കുമ്പോൾ നമ്മൾ സീരിയൽ ചെയ്തിട്ടുണ്ട്. പാട്ട് ഇഷ്ടമാണ്, അതിൻ്റെ കാരണം കൊണ്ട് തന്നെ പാട്ട് പാടാൻ പോയിട്ടുണ്ട്. ആങ്കർ ചെയ്തിട്ടുണ്ട്. ഞാനൊരു പ്രോപ്പർ ആങ്കറൊന്നും അല്ല, പക്ഷേ ആങ്കർ ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റി, അങ്ങനെ പൈസ ഉണ്ടാക്കുക. കാരണം എന്നിട്ട് സിനിമയിൽ നിലനിൽക്കണം. വേറൊരു പരിപാടി ചെയ്യാൻ താല്പര്യമില്ല. ഇപ്പോൾ കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോൾ പറയും വെളിയിൽ പോകും. ദുബായി പോയിട്ട് ഞാൻ RJ ആയിരുന്നു, ഞാൻ റേഡിയോ ജോക്കി ആയിരുന്നു ക്ലബ് FM-ൽ. എൻ്റെ അടുത്ത് ദുബായി പോയിട്ട് എവിടെയെങ്കിലും ഒന്ന് RJ ആവാൻ നോക്കാൻ പറഞ്ഞു. ആകെ ചെയ്ത് നാട്ടിൽ കുറച്ച് കച്ചവടം ചെയ്തു, കുറച്ച് പൈസ നഷ്ടപ്പെട്ടു. കച്ചവടം ചെയ്തു സിനിമാക്കാരനാവാൻ വേണ്ടി തന്നെ. അവിടെ സിനിമയാണ്. നിലനിൽക്കാൻ വേണ്ടി ഇതിൽ കൂടെ പൈസ ഉണ്ടാക്കിയാൽ സിനിമയിലേക്ക് നിൽക്കാനുള്ള ഇന്ധനം കിട്ടുമല്ലോ, ചാൻസ് വയ്ക്കാനും ഷോർട്ട് ഫിലിം ചെയ്യാനും സിനിമകൾ ചെയ്യാനും. പക്ഷെ അതവിടെ അപ്പോൾ 2 പ്രശ്നമായി, സിനിമയും പ്രശ്നമായി, കച്ചവടം പ്രശ്നമായി. അങ്ങനെ ഇതിനിപ്പോൾ എന്ത് ചെയ്യുന്നൊക്കെ വിചാരിച്ച് സത്യം പറഞ്ഞാൽ കഴിഞ്ഞൊരു എല്ലാം നിർത്തി ഞാൻ അവസാനം ഒരു നോർത്ത് ഇന്ത്യൻ ട്രിപ്പ് പോയി ഒരു 10-20 ദിവസം ഒന്ന് അലഞ്ഞ് സെറ്റ് ചെയ്ത് ഒറ്റയ്ക്ക് പോയി തിരിച്ച് വന്നപ്പോഴാണ് ഇനി കുറച്ച് പരിപാടികൾ ചെയ്യണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചപ്പോൾ 1-2 സിനിമകൾ ഓണായി. ആശകളായിരം ഞാൻ അതിനകത്ത് കണ്ടു. എൻ്റെ ഹൈദരാലി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഷറഫൊക്കെ പറയുന്നൊരു, അതിനകത്ത് അഭിനയിക്കാൻ ഡാനി എന്ന് പറഞ്ഞ ക്യാരക്ടർ കിട്ടി. പിന്നെ തുടക്കം എന്ന് പറഞ്ഞ സിനിമയിലേക്ക് കിട്ടി. ഇപ്പം അഹമ്മദ് ഖയുടെ സിനിമയിലേക്ക് ചെറിയൊരു പരിപാടിക്ക് വിളിച്ചിട്ടുണ്ട്. ഇത് ഓണാവുന്നു. അത് കുറേ നല്ല വിഷയങ്ങളും വിശേഷങ്ങളും കേൾക്കാൻ പറ്റുന്നു. കച്ചവടം പോട്ടെ, കുഴപ്പമില്ല, ഇനി ഉണ്ടാക്കാം, പോയതൊക്കെ തിരിച്ചു പിടിക്കാം, 1 വർഷം ഉണ്ടല്ലോ. അപ്പം നിൽക്കാൻ സമ്മതിക്കൂല, മടുക്കാൻ ഞാൻ എന്നെ സമ്മതിക്കൂല. മടുത്ത തീർന്നു. കാരണം നമ്മളെ ആർക്കും വേണ്ടല്ലോ, എല്ലാവരും പറയുന്ന പോലെ നമുക്കാണ് ഇവരെയൊക്കെ വേണ്ടു. അപ്പോൾ പുറകെ നടക്കും. യാത്ര തുടരുക. നല്ല തുടക്കത്തിലൂടെ തന്നെ യാത്ര ചെയ്യുക. പക്ഷേ എല്ലാവരും ഒത്തുചേരുമ്പോഴാണല്ലോ നമുക്ക് ഇങ്ങനത്തെ സംഭവം ഇങ്ങനെ ചേരുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് എല്ലാവർക്കും വിഷമം. ഇപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുമ്പോഴും എനിക്കൊരു വിഷമം ഉണ്ടാവും. നമ്മൾ ആരും ഒരു വിഷമമില്ലാത്തവരാണ്, എനിക്കും ഉണ്ടാവും, മാനസികമായിട്ടുണ്ട്. നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, ചോദിക്കാൻ ആളുണ്ടാവണം അല്ലെ. നമ്മൾ പിന്നെ ചേർത്താൻ ആളുണ്ടെങ്കിൽ ചേർന്ന് നിൽക്കാൻ എന്ത് സുഖമായി. ഇപ്പൊ ഒരു 10 ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടാവും, അതിനകത്ത് 9 ഞാൻ കോമഡി പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ലോക ചള്ളി അടിച്ച്, അതാ നമ്മുടെ കൊച്ചിനൊക്കെ അറിയാം, പറ്റാവുന്ന അത്ര ചള്ളി അടിക്കും. പക്ഷെ ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നത്. ഇക്കയുടെ ഒരു വലിയ, ഞാൻ ആദ്യം ഫസ്റ്റിൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുമ്പേ മനസ്സുകൊണ്ട് വിചാരിച്ചൊരു സാധനമാണ്, നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് അടിപൊളിയാണ്. പലപ്പോഴും ഞാൻ പറയേണ്ട ആവശ്യമില്ല, കേരളത്തിലെ കുറേ മലയാളികൾ പറയുന്നുണ്ട്, പക്ഷെ ഞാനും കൂടി പറഞ്ഞു വെച്ചാൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് അടിപൊളിയാണ്. ദ വേ യു ടേക്ക് കെയർ പീപ്പിൾ. അല്ല, അത് നിങ്ങൾ RJ-ആയിട്ട് നിന്നിട്ടുണ്ട്. നമുക്ക് ഉണ്ടാകുന്ന അല്ല, നമ്മൾ എഴുതി വെച്ചുകൊണ്ടൊന്നും ഉണ്ടാവില്ല. നമ്മൾ ചോദിക്കുമ്പോൾ ഒരു മറുപടി വരുമ്പോൾ ആ മറുപടി ഞാൻ ആദ്യം ചോദിച്ചതെന്ന് തന്നെ പറയുന്നത്, ഞാൻ ഇങ്ങനെ ഒന്നും മടുപ്പില്ല, പക്ഷെ മടുപ്പുണ്ടായിട്ടുണ്ടെന്നുള്ള എൻ്റെ മനസ്സ് പറയുന്നു. അതിലേക്ക് ഇപ്പോൾ നമ്മൾ പോയത്. ആ പോയപ്പോൾ നമ്മൾ യാത്ര ചെയ്ത് വരെ എത്തി. അതാണല്ലോ ഒരു ചോദ്യവും ഒരു ഉത്തരവും എന്ന് പറയുമ്പോൾ. ചോദ്യം ഉത്തരവായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. നമ്മൾ ഫസ്റ്റ് ഇന്റർവ്യൂ എന്ന് ശ്രമിക്കാൻ ഓർക്കുന്നുണ്ടോ? ക്രിസ്റ്റഫർ അല്ലേ? ഞാൻ ഓർക്കുന്നുണ്ട്. ക്രിസ്റ്റഫറിന്റെ റിലീസിന് ശേഷം വന്ന് സംസാരിച്ചു. ചെറിയൊരു വേഷമാണെങ്കിലും നീ അത് ഭംഗിയായി ചെയ്തു എന്നിട്ട് ആ വേഷത്തിലൂടെയാണ് നമ്മൾ സിനിമ കഴിഞ്ഞിട്ടൊരു ഇന്റർവ്യൂ കൊടുക്കാൻ കമ്പനി തന്നെ തീരുമാനിച്ചത്. അത് അത്ര നല്ല ക്യാരക്ടർ ആയതുകൊണ്ടാണ് അല്ലെ. അവിടെ നിന്ന് യാത്ര ഇതിൽ ഒരു നായകനായി എത്തി നിൽക്കുന്നു അല്ലെ. ചെറിയ വേഷങ്ങൾ ഇതിൽ നായകനായി എത്തി നിൽക്കുകയാണ്. പക്ഷെ യാത്രയിൽ എപ്പോഴും സപ്പോർട്ടായിട്ട് ആരെങ്കിലും നിന്നിട്ടുണ്ടോ കൂടെ? എനിക്കൊരു വീഴ്ച പറ്റിയാൽ എന്നെ ഒന്ന് കൈ പിടിച്ചു ഉയർത്താൻ ഒരാൾ? എൻ്റെ ഫാമിലി തന്നെയായിരിക്കും. എൻ്റെ വൈഫാണെങ്കിലും എൻ്റെ അച്ഛനാണെങ്കിലും. അച്ഛൻ ചെറുപ്പം തൊട്ടേ ഭയങ്കര സപ്പോർട്ടാണ്. അമ്മയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു. അമ്മയ്ക്ക് ഈവൻ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ സിനിമ എന്നും പറഞ്ഞ് നടക്കുന്നല്ലോ എന്നുള്ള രീതിയിൽ എല്ലാ രക്ഷിതാക്കളെയും പോലെ അമ്മയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ അച്ഛന് എൻ്റെ ഒരു നാടകം അച്ഛൻ വന്ന് കണ്ടു. അപ്പോഴാണ് അച്ഛൻ പറഞ്ഞത്, എടാ എന്തായാലും വീട്ടിൽ വലിയ പ്രാരാബ്ദങ്ങളൊന്നുമില്ല, അതുകൊണ്ട് നീ നിന്റെ കാര്യം നോക്കുമെങ്കിൽ നീ ഇവിടെ പൊക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെന്നൈക്ക് പോയി. അങ്ങനെ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ട്, തിയേറ്റർ ആർട്ടിസ്റ്റായിട്ടും ഒക്കെ എങ്ങനെയൊക്കെയോ സർവൈവ് ചെയ്ത് കുറെ അറിയാലോ, ഇതൊക്കെ കഥകളൊക്കെ അറിയാലോ. കാർട്ടൂണുകൾക്ക് ഡബ് ചെയ്ത് തുടങ്ങി, പിന്നെ മൊഴിമാറ്റം ചെയ്യുന്ന സിനിമകൾക്ക് ഡബ് ചെയ്ത് തുടങ്ങി, ഡിസ്കവറി മലയാളത്തിൽ ഡബ് ചെയ്ത് തുടങ്ങി. അങ്ങനെ വന്ന് ഹൃദയത്തിലെത്തി നിന്നപ്പോഴാണ് ഒരു ചാൻസ് കിട്ടിയപ്പോഴാണ് പ്രോപ്പറായിട്ട് നമുക്കൊരു ബ്രേക്ക് കിട്ടുന്നത് ഹൃദയത്തിലൂടെ. അപ്പോഴേക്കും എൻ്റെ പാർട്ട്ണർ, എൻ്റെ വൈഫും എൻ്റെ കൂടെ ചേർന്നിരുന്നു. അവൾക്കും ഈ പറഞ്ഞ പോലെ ഭയങ്കര ഫുൾ സപ്പോർട്ടിൽ, കട്ട സപ്പോർട്ടിൽ അവളും നിന്നു. ഹൃദയം കഴിഞ്ഞിട്ട് ഹൃദയം നല്ല വേഷമായിരുന്നു, നല്ല സിനിമയാണ്, ഹിറ്റടിച്ച സിനിമ. അതിനുശേഷം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിക്കുള്ള സിനിമകൾ കിട്ടാതെ വന്നിട്ടുണ്ടോ?
ഇല്ല ഹൈദരക്ക, ഞാൻ അങ്ങനെ കാണുന്നില്ല. നമുക്ക് വരേണ്ടത് നമുക്ക് എന്തായാലും വരും എന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും വിശ്വസിച്ചിട്ടുള്ളത്. കാരണം ഹൃദയം പോലും ഞാൻ ചെന്നൈയിൽ നിന്നുകൊണ്ട് മലയാളത്തിലായിരുന്നു ഞാൻ ഡബ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ തമിഴ് ഞാൻ കുറച്ച് പഠിച്ചു. ചെന്നൈയിൽ നിന്നത് കൊണ്ട് ഞാൻ തമിഴ് പഠിച്ചു എന്നിട്ട് വിനീതേട്ടൻ എന്നെ വിളിക്കുമ്പോൾ മലയാള സിനിമയിൽ ഒരു തമിഴ് ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. ഒരു കാരണവശാലും നിന്നെ കണ്ട മലയാളിയാണെന്ന് പറയരുത് എന്നായിരുന്നു. അവസാനം സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഇയാളൊരു തമിഴനല്ലേ എന്നുള്ളത്. ഇപ്പൊ നന്നായി ചെയ്തത് പണിയായല്ലോ, എല്ലാവരും തമിഴനാണെന്ന്. പക്ഷെ ആ വിനീതേട്ടൻ തന്നെ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമയിൽ ആ ഒരു ഇന്ദ്രധനുഷ് എന്ന് പറഞ്ഞ ക്യാരക്ടർ, അപ്പൊ അതൊരു വില്ലനിസം ഉള്ള ക്യാരക്ടറാണ്. അപ്പം ഒരേ സംവിധായകൻ തന്നെ നമുക്ക് ഏറ്റവും നല്ല മനുഷ്യന്റെ ഒരു സെൽവ എന്നുള്ള ക്യാരക്ടറും ഏറ്റവും ഉടായ്പുള്ള ഒരു ഇന്ദ്രധനുഷ് എന്നുള്ള ഒരു ക്യാരക്ടറും തന്നു. അതിൻ്റെ ഇടയിൽ ക്രിസ്റ്റഫർ വന്നു, ബി ഉണ്ണികൃഷ്ണൻ സാറ് വിളിച്ച് ക്രിസ്റ്റഫർ തന്നു. പിന്നെ തമിഴിൽ 1-2 സിനിമകൾ, ഗാർഗി എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. പിന്നെ എസ് എൻ സ്വാമി സാർ വിളിച്ചിട്ട് സീക്രട്ട് എന്ന് പറഞ്ഞിട്ട് അത്രയും നല്ല സാറ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമ അല്ലേ. എസ് എൻ സ്വാമി സാർ എന്ന് പറയുന്നത് നമുക്ക് അത്രയും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ സിനിമകളാണ്, അദ്ദേഹം തിരക്കഥ എഴുതിയ സിനിമകൾ കണ്ടാണ് നമ്മൾ വളർന്നിട്ടുള്ളത്. അദ്ദേഹം 70-ാം വയസ്സിൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ധ്യാനിന്റെ ഒപ്പം നിൽക്കുന്ന ഒരു ക്യാരക്ടർ തന്നു. അപ്പോൾ നല്ല സിനിമകൾ വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താ പറയണ്ടേ, വിനീതേട്ടൻ കാരണമാണ്, സെൽവയിലൂടെയാണ്, ഹൃദയത്തിലൂടെയാണ് അത് സംഭവിച്ചത്. ഇപ്പൊ നീലേഷ് ഏട്ടൻ കാരണമാണ് ഒരു നായക പ്രാധാന്യമുള്ള. ഈ ഡയറക്ടർമാരുടെ വീട്ടിൽ പോയി രാവിലെ തൊട്ട് നമ്മൾ പോയി അങ്ങനെ ഒത്തിരി പേര് എൻ്റെ എനിക്കൊരു ഇന്റർവ്യൂ തന്ന് അനീഷ് ഇന്റർവ്യൂ വന്നപ്പോൾ ഒരു ഡയറക്ടറെ കാണാൻ പോയ ചരിത്രം പറയുമ്പോൾ നമ്മൾക്ക് കരഞ്ഞു പോയാണ്. ഡയറക്ടർ ഇറക്കി വിട്ട വീട്ടിൽ നിന്നും ബാൽക്കണിയിൽ നിന്ന് ഇറക്കി വിട്ട ചരിത്രം ഞങ്ങളെല്ലാം കരഞ്ഞു പോയാട്ടോ. ആ ഇന്റർവ്യൂ ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലെ പല ഡയറക്ടറിന്റെ അടുത്ത് പോകുന്നു, പല ആളുകളും അവിടെ നമ്മൾ എപ്പോഴും സെക്യൂരിറ്റിയിൽ ഡ്രൈവർ ആയിരിക്കും, നമ്മുടെ കമ്പനി 100% ഉറപ്പാണ്. ഇവർക്കായിരിക്കും നമ്മുടെ ഏറ്റവും കൂടുതൽ സ്നേഹവും. ഞാനിപ്പോ ലാസ്റ്റ് ജോഷ് സാറിന്റെ വീടിന്റെ രാവിലെ തൊട്ട് വൈകുന്നേരം വരുന്നപ്പോ അവസാനം പറയാൻ പാടുള്ളൂ, അവസാനം പറഞ്ഞു മോനെ എന്താ നമ്പർ എന്താ ഡ്രൈവറായിട്ട് നമ്പറൊക്കെ തന്നു പാവം. ഇതേ തന്നെ എനിക്ക് രഞ്ജിത്ത് സാറിനെ കാണാൻ പോയപ്പോ രഞ്ജിത്ത് സാർ അന്ന് DD നെസ്റ്റിലായിരുന്നു നമ്മുടെ അറിയാലോ, DD നെസ്റ്റിൽ. അപ്പൊ എനിക്ക് DD നെസ്റ്റിലാണെന്ന് അറിയാം, പക്ഷെ ഏത് ഫ്ലാറ്റാന്ന് നോക്കിക്കഴിഞ്ഞാൽ 3-4 DD നെസ്റ്റിന്റെ ടവേഴ്സ് തന്നെ. ഞാൻ അവിടെ പോയി സെക്യൂരിറ്റി ചേട്ടാ ഇവിടെ നമ്മുടെ രഞ്ജിത്ത് സാർ ഇവിടെ അല്ലേ താമസിക്കുന്നത്, താൻ ആരെ കാണാനാ? ഞാൻ വന്ന് അല്ല രഞ്ജിത്ത് സാറിനെ ഒന്ന് കാണാതെ. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ആർട്ട് ഡയറക്ടർ സന്തോഷ് രാമൻ സാറില്ലേ, സന്തോഷ് രാമൻ ചേട്ടൻ അകത്തോട്ട് കയറി പോകുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി രഞ്ജിത്ത് സാറിന്റെ വീട്ടിലേക്കാണ് എന്തായാലും മീറ്റിംഗ് ഉണ്ടാവുക. അപ്പൊ ഞാൻ സന്തോഷ് സാർ എനിക്കറിയാം, ഞാൻ അങ്ങനെ കയറിപ്പോയി. സന്തോഷ് സാറ് കയറുന്ന ലിഫ്റ്റിൽ ഞാൻ പയ്യ അതായത് കയറി പോവാ. അപ്പൊ I6 I7 I8 ഓക്കെ, പിന്നെ I8ന്റെ ഫ്രണ്ടിൽ പോയി നിൽക്കാം. എന്നെ എപ്പോഴെങ്കിലും രഞ്ജിത്ത് സാർ ഒന്ന് കഥ തുറന്ന് പുറത്തോട്ട് ഒന്ന് വരുമല്ലോ. അപ്പൊ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ ഹലോ. അത് കഴിഞ്ഞ് സന്തോഷേട്ടൻ പുറത്ത് വരുമ്പോഴത്തേക്ക് സന്തോഷേട്ടൻ ഷൂട്ട് എപ്പോഴാണ് എടാ മറ്റന്നാളെ ഷൂട്ട് തുടങ്ങി. ഏതാണെന്നറിയോ, സ്പിരിറ്റ് എന്ന് പറഞ്ഞ സിനിമ. ആ കാലത്ത് 2012 ഇത് ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് എവിടെ പോകണം ആരെയും അറിയത്തില്ലല്ലോ നമുക്ക്. അങ്ങനെ സ്പിരിറ്റിന്റെ ലൊക്കേഷനിലേക്ക് സന്തോഷ് രാമൻ ചേട്ടനെ കാണാൻ പോകുന്നു. അങ്ങനെ സ്പിരിറ്റില് ലിഫ്റ്റ് വെച്ചാണ് സന്തോഷേട്ടനെ പരിചയപ്പെടുന്നത്. അതെ സന്തോഷ് ചേട്ടനെ നിങ്ങൾ തുടക്കത്തിൽ ഒരുമിച്ചുണ്ട്. തുടക്കത്തില് ഞാൻ അവിടെ സന്തോഷമാണല്ലോ. ഞാൻ പെട്ടെന്ന് സോറി അത് പെട്ടെന്ന് അതിലേക്ക് വഴിയാണ് ഞാൻ സ്പിരിറ്റിന്റെ ലൊക്കേഷനിൽ എത്തുന്നതും സ്പിരിറ്റിൽ ലിഫ്റ്റ് കയറിയുള്ള പരിചയമുള്ളൂ, അത്രേ ഉള്ളൂ. 5 ലൊക്കേഷനിൽ പോയി. നമ്മള് പറയാനുള്ളൂ സന്തോഷം 2 മിനിറ്റ് ആണ്. ഈ ലിഫ്റ്റ് പിച്ച് എന്നൊക്കെ പറയില്ലേ, എസ്കലേറ്റർ പിച്ച് എന്നൊക്കെ പറയുന്നില്ല. സന്തോഷേട്ടൻ ഇത് ഓർമ്മയില്ല. സന്തോഷേട്ടാ ഇങ്ങനെയാണ് സന്തോഷം, ഞാൻ കുറച്ച് നാടകമൊക്കെ ചെയ്യുന്നുണ്ട് സന്തോഷേട്ടാ, എനിക്ക് ആരും അറിയത്തില്ല, ഞാൻ രഞ്ജിത്ത് കാണണമെന്ന് എടാ പാടാൻ മോനെ എന്ന് പറഞ്ഞിട്ട് സന്തോഷേട്ടൻ നീ ഒരു കാര്യം ചെയ്യും പുറത്ത് നിൽക്ക് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് പിന്നെ സന്തോഷേട്ടൻ ഒരു കൺട്രോളറെ വിളിച്ച് നമ്പർ കൊടുക്കുന്നു. ഞാൻ ലൊക്കേഷനിൽ പോകുന്നു. അവിടെ സ്പിരിറ്റില് മറ്റേ ആ ഈ ചില്ലയിൽ നിന്നും ആ പാട്ടില്ല അതിന്റെ ഷൂട്ട് നടക്കുകയാണ്. അപ്പൊ അവിടെ ചുറ്റിനും കുറെ പേര് ഇങ്ങനെ ഗ്ലാസും പിടിച്ചോണ്ട് നിൽക്കണം, ഒരു ക്രൗഡ് വേണമല്ലോ. അങ്ങനെ ഞാൻ പുറകില് ഗ്ലാസും പിടിച്ചോണ്ട് നിൽക്കുന്ന ആ ദൃശ്യം ഇപ്പോഴും ഉണ്ട്. സ്പിരിറ്റ് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതാണ് ആദ്യമായി ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. അതെ. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം സീക്രട്ടില് രഞ്ജിത്ത് സാറിന്റെ കൂടെ അഭിനയിച്ചു. രഞ്ജിത്ത് സാറിന്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു. അപ്പൊ രഞ്ജിത്ത് സാറ് പറഞ്ഞു കലേഷ് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് രഞ്ജിത്ത് സാർ ഇങ്ങനെ ഇരുന്നിട്ട് ഹൃദയം കണ്ടിട്ടുണ്ട്. അപ്പൊ രഞ്ജിത്ത് സാറ് ഇങ്ങനെ ഹൃദയത്തിന്റെ കാര്യമൊക്കെ ചോദിച്ചു എങ്ങനെ അതിലേക്ക് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു സാർ ഞാൻ സ്പിരിറ്റിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പൊ അന്ന് സാർ ഇങ്ങനെ ആ ബ്ലൂ ഷർട്ടിനോട് ഇങ്ങോട്ട് നീങ്ങി നിൽക്കാൻ പറയൂ എന്നൊക്കെ പറഞ്ഞു. അന്നേരം ഫ്രെയിമിൽ വരണ്ടേ കാരണം ലാലേട്ടന്റെ തൊട്ട് പറയില്ല ഞാൻ നിൽക്കുന്നത് ഗ്ലാസും പിടിച്ചുണ്ട്. അപ്പം അങ്ങനെ എന്നെ ഫ്രെയിമിൽ നിർത്തിയതാണ് സാറ്. അങ്ങനെ ഇന്ന് ഞാൻ ഈ സാറിന്റെ കൂടെ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് യാത്രകൾ എന്തോരാ അല്ലേ. എന്നെ ഇതൊക്കെ കേട്ട് എന്ത് തോന്നുന്നു, രോമാഞ്ചം തോന്നുന്നു. സ്ട്രഗിൾ ആൻഡ് ഹാർഡ് കേൾക്കുമ്പോൾ നമുക്ക് ഒരു എന്തൂസിയാസം ആണ്. ഐ തിങ്ക് ഫോർ എവറി ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന കാണുന്ന
പ്രേക്ഷകർക്ക് അവർക്കൊക്കെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടെങ്കിൽ അവർക്കൊരു പുഷാണ് 100%. ആഗ്രഹങ്ങൾ പുറകെ ചെന്നാൽ കിട്ടും എന്നുള്ളത്. സോ അതിൻ്റെ ഒക്കെ എക്സാമ്പിൾ ആണ് ഇവരെല്ലാം. ഈവൺ ഐ തിങ്ക് മീ ഓൾസോ, ഞാനും ഇതുപോലെ കഷ്ടപ്പെട്ട് തന്നെ മോഡലിങ്ങിനും ഇതിനും ഓഡീഷൻസിന് പോകുന്നു, റിജക്ഷൻസ് ഫേസ് ചെയ്യുന്നു. സെലക്ഷൻസിനെക്കാട്ടി കൂടുതൽ റിജക്ഷൻസാണ് ഫേസ് ചെയ്തിട്ടുള്ളൂ. അപ്പം അർജുൻ പറഞ്ഞ പോലെ മടുത്തിട്ട് നിർത്തുവാണെങ്കിൽ അതങ്ങ് നിന്നു, പിന്നെ ദർ ഇസ് നോ ചാൻസ്. നിർത്താതെ പിന്നെയും വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുന്നു. ഇപ്പോഴും ഞാൻ കാസ്റ്റിംഗ് കോൾസ് കാണുമ്പോൾ ഞാൻ മടിക്കാറില്ല. ചിലവർ എൻ്റെ ഏജൻസിയും ചില ടീമും ഒക്കെ പറയും, അന്ന ഓൾറെഡി യു ആർ എസ്റ്റാബ്ലിഷ്ഡ് ആർട്ടിസ്റ്റ്, അല്ലെങ്കിൽ ഓൾറെഡി സിനിമകൾ വർക്ക് ചെയ്തു, ഡോണ്ട് സെൻഡ് കാസ്റ്റിംഗ് കോൾസിലൊന്നും അയക്കേണ്ട കാര്യമില്ല. ഇനി ഞാൻ ഇപ്പോഴും കണ്ടാൽ ഞാൻ മെസ്സേജ് അയക്കും, സാർ ഇഫ് ദർ ഇസ് എനി ഓപ്പർച്യൂണിറ്റി കൈൻഡ്ലി കൺസിഡർ പറയും. അല്ലെങ്കിൽ ഞാൻ കാസ്റ്റിംഗ് കോൾ കാണുമ്പം ഐ സെൻഡ്, ബിക്കോസ് ഫോർ മീ എനിക്ക് നല്ല അവസരങ്ങൾ കിട്ടുക, നല്ല ഒരു എന്തായിരുന്നു പെർഫോം ചെയ്യുക, അതിന് ഞാൻ തന്നെ മമ്മൂക്ക തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞില്ലേ, പുള്ളി ഇപ്പോഴും അങ്ങോട്ട് ചോദിക്കുന്നു. അപ്പം മമ്മൂക്കൊക്കെ ചോദിക്കുമ്പോൾ ഐ മീൻ ഹീസ് ദി ഹെഡ് ഓഫ് ദിസ് ഇൻഡസ്ട്രി എന്നുള്ള രീതിയിൽ അദ്ദേഹം ഹീസ് സ്റ്റിൽ ലവിങ് ദ പ്രൊഫഷൻ, ലൈക്ക് ഹീസ് കൈൻഡ് ഓഫ് ഇപ്പോഴും ഓരോ സിനിമ ചെയ്യുമ്പം അല്ലേ, ലൈക്ക് ചാലഞ്ച് യങ്സ്റ്റേഴ്സിനെ ചാലഞ്ച് ചെയ്തുകൊണ്ട് തന്നെയാണ് പുള്ളി ഓരോ സിനിമകൾ ചെയ്യുന്നത്, ലൈക്ക് പീക്ക് പെർഫോമൻസസ്. സോ താഴെ നിൽക്കുന്ന എല്ലാവർക്കും അദ്ദേഹത്തെ കാണുമ്പോൾ പ്രചോദനം. അദ്ദേഹം ചോദിക്കാൻ മടിക്കുന്നില്ല, പിന്നെ എന്തിന് ഈ ബേസിൽ നിൽക്കുന്നവർ ചോദിക്കാൻ മടിക്കണം? ഓൾവേസ് ആസ്ക്, ദർ ഇസ് നോ പോയിന്റ് ഇൻ നോട്ട് ആസ്കിങ്. കിട്ടിയ ഒരു നോ അല്ലേ ഉള്ളൂ, എന്നാലും എന്തായാലും ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടിയാലോ. സോ ഐ ഓൾവേസ് ആസ്ക്. അല്ല, ഞാൻ വന്നതൊക്കെ നല്ല ഡയറക്ടറിന്റെ കൂടെ വന്നു. അതെ അതെ, അത് വലിയൊരു ഭാഗ്യമാണ്. ഞാൻ ജിതു സാറിന് മെസ്സേജ് അയച്ചിരുന്നു 12th മാൻ്റെ സമയത്ത്. സാറിന്റെ നമ്പർ റെഡിയാക്കിയിട്ട് ഞാൻ ഇങ്ങനെ അയച്ചു, സാർ എന്തെങ്കിലും അവസ്ഥ. അപ്പോൾ ഓൾറെഡി ഷൂട്ട് കഴിഞ്ഞായിരുന്നു. സാറ് പറഞ്ഞു, ഹന്ന ഐ കീപ് ദിസ് ഇൻ മൈൻഡ്, അടുത്ത മൂവിയിൽ വിൽ ചെക്ക് ടു ഇറ്റ്. ആൻഡ് ഞാൻ പിന്നെ ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്യത്തില്ല. ആഫ്റ്റർ മേ ബി 1 year 1.5 years ആ സമയത്ത് കുമ്മൻ്റെ ഓഡീഷൻസ് ഒക്കെ നടക്കുന്നു. സാർ ലൈക്ക് ഹി തോട്ട് കെപ്റ്റ് മീ ഇൻ മൈൻഡ്. ഞാൻ സാറിന് പിന്നെ മെസ്സേജ് അയക്കും, സാർ ഹന്ന അതാ ഇങ്ങനെ. ആൻഡ് മൈ ഏജൻസിയിൽ മാക്സോ ഏജൻസിയും ഇടപെട്ടിരുന്നു. അവരാണ് എനിക്ക് പറഞ്ഞത്, ഹന്ന ഇങ്ങനെ ഒരു ഓഡീഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇമ്മീഡിയറ്റ്ലി റെസ്പോണ്ടഡ് അന്നേരം. സോ പീപ്പിൾ കീപ് ദേ വേർഡ്, അല്ലെങ്കിൽ കൺസിഡർ ചെയ്യും. സോ അങ്ങനെ ഞാൻ ചോദിച്ചില്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഒരു അവസരം ഒരിക്കലും വരില്ലായിരുന്നേ. സോ അങ്ങനെ ഞാൻ എല്ലാവരോടും ഇപ്പോഴും ചോദിക്കാറുണ്ട്. എനിക്കിപ്പം ഈ സിനിമ കിട്ടിയിൽ നിലേഷിക്ക് അറിയത്തില്ല എനിക്ക് എത്രമാത്രം സന്തോഷമുണ്ടെന്ന്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് ഇങ്ങനൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് മൂവി കിട്ടിയതിൽ. ഞാൻ നിലേഷ് കഥ പറഞ്ഞ് ഫസ്റ്റ് കഥ കേൾക്കുമ്പോൾ തന്നെ ഞാൻ ആലോചിക്കാമെന്നോ അല്ലെങ്കിൽ ഞാൻ ഒന്ന് ഉണ്ടല്ലോ നത്തിങ്, എനിക്കങ്ങനെ സെക്കൻഡ് തോട്ട് ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞു ഓക്കെ എനിക്ക് കഥ എനിക്ക് കേൾക്കണം. അതിന് ഇമീഡിയറ്റ്ലി വി ഹാഡ് എ ഡയറക്റ്റ് മീറ്റിംഗ് വിത്തിൻ 1 month. കഥ മൊത്തം കേൾക്കുന്നു, ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആയിരുന്നു. സോ ഐ തിങ്ക് ഐ എം എ സ്റ്റുഡൻറ് ഹു വോണ്ട്സ് ടു വർക്ക് മോർ, ഡു മോർ. അത്രേ ഉള്ളൂ. ഓരോരുത്തർക്കും ഓരോ യാത്രയിൽ ഒത്തിരി കഥകൾ പറയാനുണ്ടാവും. അത് പറയാൻ ചിലപ്പോൾ പറ്റില്ല നമുക്ക്. പറയാൻ ആരെങ്കിലും ചോദിച്ചാൽ പറയാവുന്ന മാത്രമേ ഉള്ളൂ. ഇതിപ്പോ എവിടെ എത്തി, ജീവിതത്തിൽ കേൾക്കാത്ത കഥകളാണ് നമ്മളൊക്കെ. അത് അന്നയൊക്കെ പറഞ്ഞിട്ടില്ലേ, അന്നയൊന്നും ഇതുവരെ കേൾക്കാത്ത കഥകളായിരിക്കും അല്ലേ. എനിക്ക് ഭയങ്കര പോസിറ്റിവിറ്റി തോന്നുന്നു. ഇപ്പൊ ഇങ്ങനെ ഇവരൊക്കെ എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്ന കലേഷും അർജുനും ഒക്കെ ഇങ്ങനെ ഐ മീൻ ഇപ്പം എന്തല്ലോ ഐ മീൻ എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്ലെയിൻ ദാറ്റ്. ഐ ഫീൽ വെരി കൂടുതൽ റെസ്പെക്ട് തോന്നുന്നു. അതെ, അത് ആളുകൾക്കും തോന്നും. അല്ല, ഇവരൊക്കെ നമ്മൾ ഫ്രെയിമിൽ മാത്രം കാണുന്നുള്ളൂ. ഇവരെടുത്തിരിക്കുന്ന ഒരു യാത്രയുണ്ടല്ലോ, അത് കേൾക്കുമ്പോഴാണ് ആളുകൾക്ക് കൂടുതൽ ഇഷ്ടം തോന്നുള്ളൂ എന്നുള്ള കാര്യമില്ല. അല്ല, ഒരു പരിചയമില്ല സന്തോഷിന്റെ കൂടെ കയറി ലിഫ്റ്റിൽ കയറി. എനിക്കത് ഓർത്തിട്ട് ഇപ്പോഴും അത്ഭുതപ്പെടും. കറക്റ്റ് പേര് വിട്ടു കഴിഞ്ഞു, എന്നിട്ട് സ്പിരിറ്റിന്റെ ലൊക്കേഷനിൽ പോകുന്നു. ലൊക്കേഷൻ ചോദിച്ചിട്ട് അത് സന്തോഷമായിട്ട് എല്ലാം പറഞ്ഞു തന്നു. പറയൂല, ആ ലിഫ്റ്റിൽ കയറുമ്പോൾ എന്തിനാ കയറണം എന്ന് ചോദിക്കും. അടുത്ത് ഈ രഞ്ജിത്ത് സാറിന്റെ റൂമിന്റെ മുമ്പിൽ എത്ര പ്രാവശ്യം നിന്നിട്ടുണ്ട്? ഒരു 2-3 തവണ ഞാൻ പോയി അവിടെ. ആ ഒരാഴ്ചക്കുള്ളിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത്. ആ ഒരാഴ്ചക്കുള്ളിൽ തന്നെ 2-3 തവണ പോയി. അപ്പൊ ഇവൻ എന്തായാലും പോകുന്ന രക്ഷമില്ല, ഒരു കാര്യം ചെയ്ത് ഈ ലൊക്കേഷനിലോട്ട് പോവാ. അപ്പൊ അവർക്ക് ആ സമയത്ത് അവര് സിനിമയുടെ ടെൻഷനിലല്ലേ, അവർക്ക് എന്തിനാ എനിക്കൊരു ചാൻസ് തരണം. ലൊക്കേഷനിലോട്ട് വന്നോ, ഞാൻ അപ്പോഴും ലൊക്കേഷനിൽ പോയി. രാത്രിയാണ് ഷൂട്ട്, കാരണം പാട്ട് രാത്രിയായിരുന്നല്ലോ ആ സോങ് ഈ ചില്ലയില്. അപ്പം അവിടെ പിന്നെ പോയി അവിടെ ചെന്നിട്ടാണ് ഞാൻ ശങ്കർ രാമകൃഷ്ണൻ ചേട്ടനെ, ശങ്കരേട്ടൻ അതിനകത്ത് ഒരു പ്രധാന വേഷമാണല്ലോ. അപ്പം ശങ്കരേട്ടനെ അന്ന് അവിടെ വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു. അതിനുശേഷം ഞാൻ ശങ്കരേട്ടൻ്റെ അടുത്ത് ഞാനിങ്ങനെ ഓഡിഷനൊക്കെ ചോദിച്ചു. പക്ഷെ പിന്നീട് ഹൃദയം കണ്ടതിന് ശേഷം ശങ്കരേട്ടൻ എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു, യു ഹാവ് പ്രൂവ്ഡ് യുവർ സെൽഫ് എന്ന് പറഞ്ഞിട്ട് വി വിൽ വർക്ക് ടുഗദർ എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചു. അങ്ങനെ ഓരോരോ ഈ കഥകളൊക്കെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പോയി നിന്ന കഥകളൊക്കെ. ഇല്ല, എല്ലാം ഒന്നും അറിയില്ല. കാരണം വീട്ടുകാർക്ക് അന്നത്തെ കാലത്ത് നമ്മൾ ഇതൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമാകുന്നേ. നമ്മുടെ വീട്ടുകാർക്ക് നമ്മൾ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരാളുടെ ഒരു
ഭയങ്കര അവർക്ക് ബുദ്ധിമുട്ടിക്കുന്ന കഥകൾ പറയാതിരിക്കുന്നതായിരിക്കും. നമ്മൾ അവരോട് പറയുമ്പോൾ എന്തായിരിക്കും അറിയോ, ആക്ച്വലി രഞ്ജിത്ത് സാറിന്റെ ഒന്ന് മീറ്റിംഗ് കിട്ടിയിട്ടുണ്ട്, അപ്പൊ ഞാനൊന്ന് അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുണ്ട്, ഞാൻ അങ്ങനെ വരെ ഒന്ന് പോവാണ് എന്ന് പറഞ്ഞിട്ടല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നേ. നമ്മള് അവരെങ്കിലും സന്തോഷിക്കട്ടെ, അങ്ങനല്ലേ? അല്ലാതെ അപ്പം അവര് ചോദിക്കുമ്പോൾ ഇന്ന് കാണാൻ പറ്റില്ല, നാളെ കാണാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ കഥകളൊക്കെ പറയുമ്പോഴാണ് അവരും രഞ്ജിത്ത് സാറിന്റെ വീട്ടിൽ മാത്രം ഇങ്ങനെ പോയെന്നുള്ളൂ. അല്ലല്ല, ഞാന് അന്ന് ഒരുപാട് വീടുകൾ അല്ല എങ്കിലും ഇത് ഭയങ്കര സ്റ്റോറിയാണ്, വേറെ ഒരു അത്ഭുതപ്പെടുത്തുന്ന സ്റ്റോറി. എല്ലാം അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്റ്റോറി. ഞാൻ ചെന്നൈയിലായിരുന്നല്ലോ, അപ്പൊ ചെന്നൈയിൽ ഈ ജയം രാജ, അതായത് ജയം സിനിമ സന്തോഷ് സുബ്രഹ്മണ്യം ഒക്കെ എടുത്ത ജയം രവിയുടെ ചേട്ടൻ ജയം രാജ, ഇപ്പൊ മോഹൻ രാജ എന്നറിയുന്നത്, അദ്ദേഹത്തിന്റെ ഇതേപോലെ ഞാനൊരു കോടമ്പാക്കത്താണ് താമസിക്കുന്നത്. അപ്പൊ ഒരു സലൂണിൽ പോകും. ആ സലൂണിൽ ഞാൻ കയറി ചെല്ലുമ്പോൾ ജയം രാജ അവിടെ നിന്ന് ഇറങ്ങി വരുന്നു. ഓ, അപ്പൊ ജയം രാജ വരുന്ന സലൂൺ ഇതാണല്ലേ എന്നുള്ള രീതിയിൽ പിന്നെ നമ്മൾ ആ സലൂണിൽ പോകാൻ തുടങ്ങി. ആ സലൂണിൽ പോയിട്ട് ഞാൻ അവിടുത്തെ ആ ചേട്ടനോട് പറഞ്ഞു, കാരണം അവിടെ ജസ്റ്റ് നമ്പർ എഴുതി വെക്കും, ഈ കസ്റ്റമേഴ്സിന്റെ ഒക്കെ നമ്പർ ചോദിക്കുന്ന പോലെ നമ്പർ എഴുതി വെക്കും. അപ്പൊ ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു, അണ്ണാ ഇങ്ങ സാറ് വന്നാറില്ല, സാറോ നമ്പർ തരുമോ എന്നൊക്കെ ഉള്ള രീതിയിൽ കിടക്കുമ്പോ എന്നൊക്കെ പറഞ്ഞിട്ട്, തമ്പി അതാ ആർക്കും കൊടുക്കക്കൂടാത് എന്നൊക്കെ പറഞ്ഞു. അപ്പം പിന്നീട് ഞാൻ ആ അണ്ണന്റെ ഒരു സിമ്പതി ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് 2-3 തവണ അവിടെ പോയിട്ട്, അണ്ണനും കാശ് കിട്ടണമല്ലോ നമ്മൾ വഴി, അപ്പൊ നമ്മുടെ മുടി വെട്ടുന്നതിന്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ കഥകളൊക്കെ പറയാം, എന്നാ ഞാൻ അങ്ങനെയായിരുന്നു അണ്ണാ, ഇവിടെ ആയിരുന്നു അണ്ണാ, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാ, ഞാനിങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ നിന്നിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അണ്ണാ ജയം രാജയുടെ നമ്പർ എന്നുള്ള രീതിയിൽ എങ്കയോ എഴുതിയിരിക്കാന്ന് പറഞ്ഞാൽ പുള്ളി 2-3 പേജൊക്കെ ഇങ്ങനെ തള്ളി നോക്കിയിട്ട് ആ നമ്പർ കിട്ടി. ആ നമ്പർ കിട്ടി. ഞാൻ നേരെ വാട്സാപ്പിൽ പുള്ളിക്ക് മെസ്സേജ് അയക്കുക, സർ ഐ എം സോ ആൻഡ് സോ, ഇങ്ങനെ ഒരു ആക്ടറാണ് ഞാൻ, നിങ്ങളുടെ സാറിന്റെ വീട് എവിടെയാണെന്ന് എനിക്കറിയാം, കോടമ്പാക്കത്ത് ആ സ്ട്രീറ്റിൽ തന്നെയാണ്, ഞാൻ നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ വന്ന് നിന്നിട്ടുണ്ട്. പലപ്പോഴും സാർ ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടായിരുന്നു അന്ന് സാറിന്, അപ്പൊ ആ കുഞ്ഞ് ഇപ്പൊ വലുതായി, അന്ന് ആ കുഞ്ഞിനെയും വിളിച്ചോണ്ട് സാർ നടക്കും, വെറുതെ ഇങ്ങനെ നടക്കാറുണ്ട്. ഞാൻ ഇങ്ങനെ ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട്, സാർ എന്നെ കണ്ടാലോ ഫോണിൽ ഞാനിങ്ങനെ സംസാരിച്ചോണ്ട് കണ്ടിട്ട് നമ്മളെ കാസ്റ്റ് ചെയ്യാൻ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, നീ കൊള്ളാം നീ നാളെ ഓഫീസിലേക്ക് വന്നുള്ള രീതിയിൽ നമ്മളിതൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. പെട്ടെന്ന് അയ്യോ ഞാൻ ജസ്റ്റ് കോഫി ഷോപ്പിൽ വെച്ചിട്ടുണ്ട്, ഗൗതമേനൊക്കെ അങ്ങ് പറഞ്ഞിട്ടുണ്ട്, ഐ ജസ്റ്റ് സോ ഹിം ഇൻ എ കോഫി ഷോപ്പ് ആൻഡ് ഐ ആസ്ക്ഡ് ഹിം, അങ്ങനെയൊക്കെ പറയുന്ന പോലെ നമ്മൾ മണ്ടത്തരങ്ങളല്ലേ. അപ്പൊ ഞാൻ ഇങ്ങനെ സാർ അങ്ങോട്ട് നടക്കുമ്പോൾ ഇങ്ങോട്ട് നടക്കുമ്പോൾ ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഓരോ പ്രൊഫൈലൊക്കെ കാണിച്ചു, ലെഫ്റ്റ് പ്രൊഫൈൽ റൈറ്റ് പ്രൊഫൈൽ. പുള്ളി നടക്കാനിറങ്ങിയതാണ് പണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ മണ്ടത്തരങ്ങൾ പറയുന്നത്. പിന്നെ ഞാൻ നമ്പറും കിട്ടിയപ്പോൾ ഞാൻ മെസ്സേജ് അയച്ചിട്ട് ഞാൻ ഈ പുള്ളിയുടെ ഡ്രൈവറിന്റെ പേരാണ് കുമാർ എന്ന് പറഞ്ഞിട്ട്, ആ കുമാറിന്റെ അടുത്ത് ഞാൻ ചെന്നിട്ട് എൻ്റെ ഒരു 3-4 സ്റ്റിൽസ് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, കുമാറണ്ണേ സാർക്ക് എന്നെ തെരിയും, ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, പുള്ളി കണ്ടിട്ടുണ്ടോന്ന് പോലും എനിക്കറിയില്ല, സാർക്ക് എന്നെ തെരിയും, ജസ്റ്റ് സാർക്ക് എന്നെ കൊടുങ്ങ, ഞാൻ അന്ത സ്ട്രീറ്റിൽ താൻ ഇരിക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്ക് കൊടുത്തു. അങ്ങനെ പുള്ളി അത് കൊടുത്തോ ഇല്ലൊന്നും അറിയില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്ക് എൻ്റെ ഷോർട്ട് ഫിലിംസിന്റെ ലിങ്ക് ഒക്കെ അയച്ചു കൊടുക്കും. ഇതെല്ലാം പുള്ളി കാണുന്നുണ്ടായിരുന്നു എന്നുള്ളത് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തനിയൊരുവൻ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോൾ പെട്ടെന്ന് വേറെ അറിയൂ എന്നൊരു മെസ്സേജ് ഞെട്ടിപ്പോയെന്ന് പറയാം. ഞാൻ 2 വർഷമായിട്ട് ഞാൻ പുള്ളിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ഒരു റിപ്ലൈ പോലും വന്നിട്ടില്ലേ, വേറെ അറിയൂ എന്ന് പറഞ്ഞൊരു മെസ്സേജ് മാത്രം. അപ്പം ഞാൻ പറഞ്ഞു, സാർ ഇൻ ചെന്നൈ സെൻഡ് എ സെൽഫി എന്ന് പറഞ്ഞിട്ട്, പുള്ളിക്ക് എന്റെ ലുക്ക് കാണുന്നു, കറണ്ട് ലുക്ക് അറിയാം. ഞാൻ പറഞ്ഞു സെൽഫി എടുത്ത് അയച്ചു. പറഞ്ഞു ക്യാൻ യു കം ടു പോണ്ടിച്ചേരി. ഞാൻ ഉടനെ ബസ് എടുത്ത് പോണ്ടിച്ചേരി ഇപ്പൊ വരാം സാർ എന്ന് പറഞ്ഞിട്ട് പോണ്ടിച്ചേരി പോയി. അവിടെ ചെന്നപ്പോഴാണ് ഒരു ചെറിയൊരു റോള്, 4 സീനിൽ മാത്രം വരുന്ന ഒരു ക്യാരക്ടറാണ്. നീ പണ്ട്രിയാ എന്ന് ചോദിച്ചു. സാർ ഞാൻ പണ്ട്രി സാർ. ആക്ച്വലി ആ റോള് വെച്ചിരുന്ന ഒരു ആക്ടർ ഉണ്ടായിരുന്നു. ആ ആക്ടറിന് പെട്ടെന്ന് ഡേറ്റിൻ്റെ എന്നൊരു ക്ലാഷ് വന്നിട്ട് പുള്ളി അവൈലബിൾ അല്ലാതെ പോയപ്പോൾ പുള്ളിക്ക് ഒരു പയ്യനുണ്ടല്ലോ ഇടയ്ക്ക് വീട്ടിന്റെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒക്കെ വന്ന് നിൽക്കാറുണ്ടല്ലോ, അവൻ ആക്ച്വലി അവന്റെ ലുക്ക് വൈസ് ഇതിന് ഓക്കെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് പുള്ളി സെൽഫി അയക്കാൻ പറയുന്നു. പുള്ളി സിനിമാറ്റോഗ്രാഫറിനെ DOP രാംജി എന്ന് പറഞ്ഞിട്ട്, ആ രാംജിയാണ് നമ്മുടെ 7G റെയിൻബോ കോളനി ഒക്കെ 1000-ലൊരുവനൊക്കെ ചെയ്തത് രാംജിയാണ്, സെൽവരാഘവന്റെ പറഞ്ഞു. പുള്ളി കണ്ടാ ഇവ ഓക്കേതാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിപ്പിച്ചു. അടുത്ത 7 ദിവസം ഷൂട്ട്. തനിയൊരുവനാണ് ആദ്യത്തെ എൻ്റെ തമിഴ് സിനിമ. ഇങ്ങനെയൊക്കെയാണ് ചേട്ടാ സിനിമകൾ കിട്ടുന്നത്. അല്ല ആ ഒരു മെസ്സേജ് അല്ലേ, അതെ അതെ തിരിച്ചു ചോദിക്കണം. അപ്പൊ എത്ര മെസ്സേജ് ശല്യം ചെയ്തിട്ടുണ്ടെന്ന് ആലോചിച്ചാൽ മതി. ഓർത്തിരുന്നല്ലോ. അല്ല ചിലപ്പോ എനിക്ക് തോന്നുന്നത് ആ ഡ്രൈവർ പുള്ളിക്ക് അന്ന് ഫോട്ടോസും കൊടുത്താണ്, സാർ യാരോ വന്നാങ്ക സാർ കൊടുത്താങ്ക സാർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പുള്ളി അങ്ങനെയും കണ്ടു കാണും നമ്മള്. എന്തൊക്കെ യാത്രയാണ്. അതെ 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 അതെ. ഇതിലെ കഥാപാത്രം ഈ സിനിമയിലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി. നമ്മൾ ചോദിക്കും മൈക്കിൾ എന്നുള്ള, അപ്പം ഡോക്ടർ വരെ ചോദിക്കുന്ന ഇതുണ്ട്. അത്തരം ഒരു കഥാപാത്രം നമ്മൾ ഇതിനു മുമ്പ് ആരെങ്കിലും നമുക്ക് അറിയപ്പെട്ടിട്ടുണ്ടോ? ഇങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു, നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്.
ഇല്ല, റിയൽ ലൈഫിൽ ഞാൻ കണ്ടില്ല. നമ്മളിപ്പം ഓരോ കേസ് സ്റ്റഡീസും അല്ലെങ്കിൽ ജസ്റ്റ് ഡോക്യുമെന്ററീസും ഒക്കെ കണ്ടിട്ടുള്ളതാണ്. റിയൽ ലൈഫിൽ അങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല. സോ ദിസ് പേഴ്സൺ നിത്യ ഈസ് ഹാവിങ് മെമ്മറി ലോസ്, ഷീസ് ഹാവിങ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, ഫേസ് റെക്കഗ്നിഷൻ ഇഷ്യൂ, കുറേ ഇഷ്യൂസിലൂടെ പോകുന്നു. അത് മേ ബി ഞാൻ കുറേ റെഫറൻസ് നോക്കുന്നു. പിന്നെ ബേസിക്കലി ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മെമ്മറി ലോസ് ഉള്ള ആൾക്ക് എന്തായിരിക്കും, ലൈക്ക് ഷീ വോണ്ട് ബി ഏബിൾ ടു റീകളക്ട് എനിത്തിങ്. സോ ആ സിറ്റുവേഷൻസ് കറക്റ്റ് ഡയറക്ടർ പറഞ്ഞുതരും, ഇങ്ങനെ വേണം, ഈ മീറ്റർ പിടിച്ചാൽ മതി, ഇങ്ങനെയായിരിക്കും, അത് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് നേരിട്ട് ഒരാളെ കണ്ട് എനിക്ക് എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഞാൻ വല്ല ഒരു മേ ബി വല്ല മെന്റൽ ഇൻസ്റ്റിറ്റ്യൂഷനിലോ അല്ലെങ്കിൽ അങ്ങനെ സ്ഥലത്ത് പോയി നിന്ന് ചില ആർട്ടിസ്റ്റൊക്കെ ട്രെയിൻ ചെയ്യുന്നോണം നോക്കാം. പക്ഷെ എനിക്ക് ഇവിടെ നമുക്ക് അതിന് അത്ര ഒരു ടൈം പീരീഡും ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് കൈൻഡ് ഓഫ് ഫട്ടാഫട്ട് സ്റ്റാർട്ട് ആകുമായിരുന്നു എല്ലാ പ്രോജക്റ്റും എല്ലാം. പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ പേഴ്സണൽ ലൈഫിൽ അന്നേരം ഞാൻ കുറേ സ്ട്രെസ്സിലൂടെ കിടക്കുമായിരുന്നു. സോ എനിക്ക് നിത്യയും സ്ട്രെസ്, കൺഫ്യൂഷൻ, മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഉണ്ട്. അപ്പം എനിക്കത് പെട്ടെന്ന് ആ ഒരു ക്യാരക്ടർ ആവാൻ അധികം സ്ട്രെയിൻ എടുക്കേണ്ടി വന്നില്ല. നേരെ പോവാ ക്യാരക്ടറായി അഭിനയിക്കുക. പേഴ്സണൽ ലൈഫിൽ സ്ട്രെസ് മെത്തേഡ് ആക്ടിങ് ആയിരുന്നു. ഗുണം ചെയ്തു. അത് പറയാറുണ്ട്. പറയും ഇപ്പൊ ഞാൻ കാറിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മൂഡ് ഔട്ട് ആയിട്ടായിരിക്കും ഇറങ്ങി വരുന്നത്. കണ്ണൊക്കെ നിറഞ്ഞോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ഭയങ്കര ഡള്ളായിരിക്കും. അപ്പം എന്റെ അന്നേരം ഡയറക്ടർ മേക്കപ്പ് ഒന്നും വേണ്ടാത്ത രീതിയിലാണ് വരുന്നത്. നേരെ ലൊക്കേഷനിലോട്ടാണ് കൊണ്ടുപോകുന്നത്. അതായത് പ്രത്യേകിച്ച് അങ്ങ് ടച്ചപ്പും വേണ്ട, അതുപോലെ തന്നെ ഇരിക്കുന്നത്. അങ്ങനെ ചില സീൻസ് ഒക്കെ അങ്ങനെ ഉണ്ടായിരുന്നില്ലേ, നാച്ചുറലി നന്നായി പെർഫോം ചെയ്താന്നുള്ളത് ആളുകൾ ധരിച്ചിരിക്കുകയാണ്. അതെല്ലാം പോയി. പക്ഷെ ഇതിലും നന്നായിട്ടുണ്ട്. നിന്റെ കുറച്ച് അവിടുത്തെ വിഷമം കൂടെ പറഞ്ഞ് ഇതിലും നന്നായാലേ. ഈ സിനിമയുടെ പ്രശ്നങ്ങൾ നീ പറഞ്ഞെങ്കിൽ അന്നെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതിലും ഗംഭീരായിരുന്നു. എനിക്ക് അഭിനയമേ വേണ്ട, അന്നെ വന്നോട് ക്യാമറയുടെ മുമ്പിൽ നിന്നാ മതിയായിരുന്നു. അല്ല, പക്ഷെ ഹന്നയുടെ ക്യാരക്ടർ കടന്നു പോകുന്ന ആ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള അവസ്ഥ. അതായത് നമ്മൾ കാണുന്ന വെറുതെയൊക്കെ നമ്മൾ ഒന്ന് സ്നേഹിക്കുന്ന ആളോട് പറയില്ലേ, ഞാൻ കാണുന്ന ഇടത്തൊക്കെ നിന്റെ മുഖമാണ് എന്നൊക്കെ വെറുതെ പറയും. പക്ഷെ അത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ കാണുന്ന പുരുഷന്മാർക്കൊക്കെ നിങ്ങളുടെ അതായത് അച്ഛനെ കാണുമ്പോൾ പോലും നിങ്ങളുടെ ബോയ്ഫ്രണ്ടിന്റെ ഓർമ്മകളാണ് വരുന്നത്. കാരണം ആ മുഖം ബോയ്ഫ്രണ്ടിന്റെ മുഖമാണ്. അപ്പൊ അത് ഭയങ്കര വല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പം അങ്ങനെ ഒരു റിയൽ ലൈഫിൽ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ അങ്ങനത്തെ മെന്റൽ ഡിസോർഡർ. അന്ന ആ സമയത്ത് എന്താണ് അത്രയും പ്രശ്നങ്ങൾ എന്തായിരുന്നു? ലൈഫല്ലേ ഇപ്പം ഹൈദരൊക്കെ പറഞ്ഞില്ല അവിടെ. അപ്പം ഞാൻ സന്തോഷമല്ലാന്ന് പറഞ്ഞില്ലേ, എല്ലാവർക്കും അപ്സ് ആൻഡ് ഡൗൺസ്. അതുപോലെ ഞാനിങ്ങനെ ഡൗൺ പീരീഡ് ആയിരുന്നു. ആ ലൊക്കേഷൻ കൂടുതലും ടൈം പീരീഡ് അത് എനിക്ക് നല്ലതായിട്ട് തോന്നിയുള്ളൂ. ആ ഒരു പീരീഡില് കറക്റ്റ് എനിക്ക് എൻ്റെ മെന്റൽ സ്റ്റാറ്റസ് ഭയങ്കര ലോ ആയിരുന്നു. സിനിമയ്ക്ക് നിത്യ മെന്റലി അങ്ങ് താഴെ കിടക്കുന്ന ആളാ. സോ ഇറ്റ് വാസ് വെരി ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഞാനാണ് ഹന്നെ എഴുന്നേൽപ്പിക്കുന്നത്. അളിയാ എഴുന്നേക്ക്, നമുക്ക് ഷൂട്ടുണ്ട്. കാരണം എന്താണ്, ഹന്നെ ഇങ്ങോട്ട് വിളിക്കും, ബഡി നാളെ രാവിലെ എത്ര മണിക്കാണ്? ഞാൻ പറഞ്ഞ 6:45. നീ എന്നെ ഒരു 6:30 ഒന്ന് വിളിച്ച് എഴുന്നേൽപ്പിക്കണേ, അല്ലെങ്കിൽ ഞാൻ എഴുന്നേക്കില്ല. കാരണം ഉറക്കില്ല ഇവർക്ക്. അല്ല, ഇടയ്ക്ക് ഞാൻ രാത്രി 2 മണിക്കൊക്കെ വിളിക്കാറുണ്ട്. അതായത് ഞാൻ വിളിച്ചിട്ട് എനിക്ക് ടെൻഷൻ സ്ട്രെസ് അന്നേരം ടൈം പീരീഡ് ആണ് അന്നേരം. അപ്പം ഞാൻ ഇടയ്ക്ക് രാത്രി 2 മണിക്ക് കലേഷ് ഉറങ്ങുവാണ്. അല്ല, ഞാൻ തുണി അലക്കാന്ന് പറയും. രാത്രി 2:30 വിളിച്ചിട്ട് 6 മണിക്ക് പോകാനുള്ള വെക്ക് വെച്ചെന്ന് ഇവിടെ വഴക്ക് പറഞ്ഞ് വെക്കും. പിന്നെ ഞാൻ 6:15 അങ്ങോട്ട് വിളിക്കും, എഴുന്നേക്ക് നമുക്ക് പോകണ്ടേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാം കൊണ്ട് ഒത്തിരി അനുഭവങ്ങളിലൂടെ യാത്ര ചെയ്ത സിനിമ സംഭവബഹുലമായിരുന്നു. അല്ല, നമ്മളിപ്പം പറഞ്ഞതും കുറേ സംഭവങ്ങളാണ്. അതെ, ഈ സിനിമ അങ്ങനെ പോവാണ്. ഇനി നിനക്ക് പേഴ്സണൽ എന്തെങ്കിലും വേറെ പറയാനുണ്ടോ? ഈ സിനിമയുടെ കഷ്ടപ്പാടുകൾ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇതിൻ്റെ പ്രൊഡ്യൂസർ ഒക്കെ ഇപ്പോൾ ഹാപ്പി അല്ലേ? പ്രൊഡ്യൂസർ ആക്ച്വലി ആദ്യം ഉണ്ടായിരുന്ന പ്രൊഡ്യൂസർ അല്ല ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അതിനുശേഷം വന്ന 2 പേരാണ്, റോച്ച് ആൻഡ് മുരുകേശൻ. അപ്പോൾ എനിക്ക് അവരോട് പ്രത്യേക ഇതിനോടൊരു താങ്ക്സ് ഉണ്ട്. അവർ ഇപ്പോൾ നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിന്ന്, അവർക്ക് സിനിമയെ പറ്റി ഒന്നും അറിയില്ല, സിനിമയായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളുകൾ, അവരും ഇതിനകത്ത് വന്ന് പെട്ടതാണ്. ബട്ട് അവർ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്. അവരും ഇപ്പൊ നമ്മളെ പോലെ എക്സൈറ്റഡ് ആണ്, ഈക്വലി എക്സൈറ്റഡ് ആണ്. അത് ആരോഫിൽ എത്തിയത്? അത് അവരാ എങ്ങനെയാണ് ഇതിനകത്തേക്ക്? അത് ആദ്യത്തെ ആള് കൊണ്ടുവന്ന് തന്നെയാണ്. പുള്ളി എല്ലാം കൊണ്ടുവന്നു സഹായിച്ച പുള്ളി. അല്ല, സഹായമാണോ ഉപദ്രവമാണോ എന്ന് പുള്ളി അവരെ പെടുത്താൻ നോക്കിയത്, അവരെ തലയിലേക്ക് വെച്ചു കൊടുത്താൽ നമുക്കറിയില്ല. അതെ 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 അതെ. അവര് ജനുവിനാണ്, കൈൻഡ് ഓഫ് ഒരു തല വെച്ച് കൊടുത്തതായിരുന്നു. പക്ഷെ വന്നവര് ജനുവിനാണ്. അതെ അതെ, വന്നവര് ജനുവിനാണ്. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഇറങ്ങില്ല അല്ലേ? ഈ ആദ്യത്തെ ആളുടെ അടുത്തേക്ക് എങ്ങനെയാണ് എത്തിയത്? അത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഇപ്പൊ ഈ പടത്തിലെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് കിരൺ എന്ന് പറഞ്ഞിട്ടുള്ള, കിരണിന്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു റിലേറ്റീവാണ്. അപ്പോൾ നമ്മളിങ്ങനെ അലിക്കുക അറിയാലോ, കുറെ കാലമായി സിനിമ ചെയ്യാനായി നടന്ന് എവിടെ ചെന്നാലും ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ
ഈവൻ ഒരു സിനിമ ചെയ്യാത്ത പ്രൊഡ്യൂസർ ആണെങ്കിൽ പോലും ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ അവര് പറയുന്ന ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രൊഡ്യൂസർ ആളുടെ അടുത്തേക്ക് പോകേണ്ട കാര്യം പോലും ഇല്ല. അത് അവരും മനസ്സിലാക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ പല സ്ഥലത്തും പോയിട്ട് ഈ റിജക്ഷൻസ് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി ആണല്ലോ. അങ്ങനെ നമ്മൾ ഈ ആളിലേക്ക് എത്തിപ്പെട്ടപ്പോൾ ആൾക്ക് ആർട്ടിസ്റ്റ് അങ്ങനെ വലിയ വാല്യൂ ഉള്ള ആർട്ടിസ്റ്റ് വേണം അങ്ങനത്തെ നിർബന്ധങ്ങളൊന്നുമില്ല. ആൾക്ക് കഥ കേട്ടു, ഇഷ്ടപ്പെട്ടു, നീ ആരെയാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്തോ, കഥയ്ക്ക് അനുയോജ്യമായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ ഇതെല്ലാം പിന്നെ പെട്ടെന്നായിരുന്നു എല്ലാം സിനിമ ചെയ്യാനായിട്ടുള്ള തീരുമാനത്തിലെത്തിയത്. പക്ഷെ അപ്പോഴും ഈ ആളെന്താ ചെയ്യുന്നത്, എന്താണ് ആളുടെ അതൊന്നും ഞാൻ അന്വേഷിക്കാൻ പോയില്ല. ഒന്നും പോയില്ല. നമ്മള് സിനിമ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഒരാളെ കിട്ടിയപ്പോൾ നമ്മളൊരാളെ കിട്ടി. അതെ, അതാണ്. പക്ഷെ ആള് ആക്ച്വലി ആളും സിൻസിയർ തന്നെ ആയിരുന്നു, ഒരു പരിധി വരെ സിനിമയോട് സിൻസിയർ തന്നെ ആയിരുന്നു. ബട്ട് പിന്നെ ആളുടെ കുറെ മറ്റു പല പ്രശ്നങ്ങൾ കൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്. അതിൽ അറിഞ്ഞറിയാതെ നമ്മളും അതിനകത്ത് പെട്ടുപോയി. വെറുതെ പറയല്ല. ഇപ്പോ അഖിൽ സത്യൻ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടല്ലോ, അത് ഒരുപാട് പേര് അതിനെ കളിയാക്കി പറയുന്നുണ്ട്. അതായത് ഒരു സിനിമയുടെ അതിന്റെ സ്ക്രിപ്റ്റിംഗ് സ്റ്റേജ് മുതൽ അതിന് ക്യൂബിൽ പോകുന്ന J2C വരെ എനിക്ക് അറിയാമെന്ന് പുള്ളി പറഞ്ഞത് പുള്ളിയുടെ എക്സ്പീരിയൻസിൽ പറയുന്നതാണ്, ആ കോൺഫിഡൻസിൽ പറയുന്നതാ. അതേ കോൺഫിഡൻസോടെ എനിക്ക് പറയാം ഇതിന്റെ A to Z ആ പ്രോസസ്സിൽ എല്ലാത്തിലും ഞാൻ തന്നെയാണ് ഇൻവോൾവ് ചെയ്തിട്ട്. അതേപോലെ അതിന്റെ ബാക്ക് എൻഡ് പ്രോസസ്സിലാണെങ്കിലും ഇപ്പൊ നാളെ ഒരു പടത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായി ചെയ്യണോ, ഐ ക്യാൻ ഡു ഇറ്റ്. എനിക്ക് അത്രയും കോൺഫിഡൻസോടുകൂടെ പറയാൻ പറ്റും. അടുത്ത ഓരോ ചായയുടെ പൈസ വരെ ഇപ്പൊ അറിയാം. സത്യം. ഇത്രയും പഠിച്ചു. അതെ, ചായ നിന്നു പോലോ, പ്രൊഡക്ഷന്റെ ഭാഗത്ത് നിന്ന് കൊടുത്തിട്ടുണ്ട്. അതാണ് പറഞ്ഞത്. ഞാൻ പറയും, ചിലപ്പോൾ ഇടയ്ക്ക് പറയും, ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി കണ്ടതിൽ ഒരു ഡയറക്ടർ ആണ് ഒരു പ്രൊഡക്ഷൻ കൺട്രോളറാണ് ഡയറക്ടർ എന്ന് പറയുന്ന ഒരു ആളായിരിക്കും പുള്ളിന്ന്. എല്ലാ പണിയും ചെയ്യും. എന്നുവെച്ചാൽ മാറിയിരുന്ന് പ്രൊഡക്ഷന്റെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയും ചെയ്യണം, മാറ്റി വെച്ചിട്ട് ഓക്കെ എല്ലാം റെഡിയാണോ എന്ന് പറയുകയും ചെയ്യണം. രാത്രിയൊക്കെ ചിലപ്പോൾ നൈറ്റ് ഷൂട്ട് പോകുമ്പോൾ നമുക്ക് ഉറക്കം വരുമ്പോൾ ഒരു കട്ടൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറയുമ്പോഴേക്കും പുള്ളി പോയി ഒരു കട്ടനും അർജുൻ കട്ടൻ എന്ന് പറഞ്ഞ് കൊണ്ടുതരുന്ന ഒരു പാവം പിടിച്ച ഒരു ഡയറക്ടറിനെ ലോകത്ത് കാണാൻ പറ്റൂല. ഈഗോയിസ്റ്റിക് ആവാതിരിക്കുന്നതല്ല, സാഹചര്യം പുള്ളി ഈഗോയിസ്റ്റിക് ആക്കാതെ ആവുന്നതാണ്. അത് ഭീകരമാണ്. ഇങ്ങനെ ഇനിയൊന്നും പുള്ളിക്ക് അങ്ങനെ വരാതിരിക്കട്ടെ. ഇനി പുള്ളിക്ക് എല്ലാം ഈസി ആയിരിക്കും. ഞാൻ മണ്ണ് കണ്ടടാന്നാണ് പുള്ളി പറയണേ. ഇപ്പൊ ഇനി എല്ലാം പഠിച്ചു. ഞാൻ മണ്ണ് കണ്ടടാന്നാണ് പുള്ളി പറയണേ. നീ താഴേക്കില്ലല്ലോ. ഇനി ഈ പടം ഇറങ്ങിയിട്ട് പഴയ രീതിക്ക് ഇതിന്റെ ശരീരമൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് ഒന്ന് ഹാപ്പി ആയിട്ട് തിരിച്ചു വരുക. എന്നിട്ട് നമ്മൾ അടുത്ത പടം ചെയ്ത് ഇനി പടം ചെയ്യാന്നുള്ള ധൈര്യമായല്ലോ. അതെ അല്ലേ? അതെ. ഈ കഥ എങ്ങനെയാണ് കയ്യിലെത്തുന്നത്? ഈ സബ്ജക്റ്റ് ഇതിന്റെ കോറേറ്റർ ഉണ്ട് സുമനാണ് ഈ കഥ. അന്ന് ഇതിന്റെ സ്ക്രിപ്റ്റ് ഒന്നുമില്ല, ഒരു സ്റ്റോറി, അതിന്റെ ഒരു ഔട്ട്ലൈൻ കുറെ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് അന്ന് കാച്ചിങ് ആയി തോന്നി. റൈറ്റ് ടൈമിൽ നമുക്കത് ചെയ്യാൻ പറ്റുന്ന സമയത്ത് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ സാഹചര്യത്തിൽ ഈ പ്രൊഡ്യൂസർ ഓക്കെ ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റിൻ്റെ വാല്യൂ നോക്കണ്ട, കണ്ടന്റ് വെച്ച് ചെയ്തോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു വൈ നോട്ട്, നമുക്ക് ഈ കണ്ടന്റ് എടുത്തുകൂടാ, ഒരു യുണീക്ക് കണ്ടന്റാണ്. അങ്ങനെയാണ് ഈ കഥ പിന്നെ നമ്മൾ ഇരുന്ന് ഫർദർ ഡെവലപ്പ് ചെയ്ത് സുമനാണ് എൻ്റെ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഫുൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് റീവർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഷൂട്ടിംഗ് സമയത്തും നമ്മൾ ഒരുപാട് ഇംപ്രൊവൈസേഷൻസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് പിന്നീട് ഇവരിലേക്കൊക്കെ. അതെ. ആ പടം സൂപ്പർ ഹിറ്റ് ആവട്ടെ. എല്ലാവരും പോയി ഫേസ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഈ സിനിമ നിങ്ങൾ കാണേണ്ട സിനിമയാണ്. ഒത്തിരി ആളുകൾ കഷ്ടപ്പാടുകളുണ്ട്, ഒത്തിരി യാത്രകളുണ്ട്, ഒത്തിരി പേര് കഥകൾ ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ തോന്നും. അതാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഇന്റർവ്യൂലേക്ക് കൂടെ പോയത്. സിനിമയിൽ അപ്പുറത്തേക്ക് ഒരു ഇന്റർവ്യൂലേക്ക് പോയിട്ട് നമുക്ക് കാണാം. മാർച്ച് 6-ാം തീയതി ആദ്യ ഷോ കണ്ടിട്ട് ഞാൻ അഭിപ്രായം പറയുന്നതായിരിക്കും. ഒത്തിരി ഷോ കാണുന്ന ആൾ, പക്ഷേ ഇത് ആദ്യത്തെ ഷോയുടെ ആദ്യത്തെ അഭിപ്രായം ഹൈദരാബാദ് ആയിരിക്കണം. ഇത് ഡിസ്ട്രിബ്യൂഷൻ ആരാണ്? ദീപക്കാണ്. അപ്പോൾ കുഴപ്പമില്ല, നല്ല തിയേറ്ററിലും കിട്ടും. ഒത്തിരി സന്തോഷം കേട്ടോ. താങ്ക് യു.